Hello, good morning. Good morning, ma'am. Good morning. റെഡിയായോ എല്ലാവരും ക്ലാസ്സിന്? റെഡിയായോ എന്ന് ഞാൻ ചോദിച്ചത്. ദിസ് മച്ച് സ്ട്രെങ്ത് ഉള്ള കുട്ടികള് ഉള്ള അതാണ് ഞാൻ റെഡിയായോ എന്ന് ചോദിച്ചത്. ഏകദേശം എത്രയാ? 18 സ്റ്റുഡൻസ് ഒക്കെ ജോയിൻ ചെയ്യാറുള്ള? ആ ഉണ്ടോ? 30 പേരൊക്കെ ഉണ്ട്. അപ്പൊ എത്തിയിട്ടില്ല കുറെ പേര്. സ്വന്തവേലാണ്, വരുന്ന വഴിയിലായിരിക്കും ചിലപ്പോ. കേറിയിട്ടില്ല. വേഗം വേഗം. യെസ്, എന്റെ ഫസ്റ്റ് ക്ലാസ് അല്ലേ, അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തേ. കുറച്ച് പിള്ളേരെ കണ്ടുള്ളൂ. സൗണ്ട് ഒക്കെ ഓക്കെ ആണോ? സൗണ്ട് ക്ലിയർ ആണോ? കുറച്ചാണോ? സൗണ്ട് ഉണ്ടോ? ഓക്കെ. എല്ലാവരെയൊക്കെ ഒന്ന് കണ്ടിട്ട് ക്ലാസ് തുടങ്ങാന്ന് വിചാരിച്ചപ്പോ എല്ലാവരും ഇല്ലല്ലോ. 30 എന്റെ ക്ലാസ് ആയെന്ന് വിചാരിച്ചിട്ട് വരാതിരിക്കുന്നതാണാവോ? സോ ഹൗ ആർ യു ഓൾ? സുഖാണോ എല്ലാവർക്കും? സൗണ്ട് മ്യൂട്ട് ആണോ? സുഖാണ്. ഓക്കെ, വെരി ഗുഡ്. അത് കേൾക്കാനാണ് ഇഷ്ടം. എന്താ പറയാ, ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ കണ്ടിട്ട് പിന്നെ നമ്മള് കുറച്ച് അല്ലെ 2 ആഴ്ചയൊക്കെ കഴിഞ്ഞു. അതെന്ത് അഫീല, വാട്ട് ഹാപ്പൻസ്? ക്ലാസ് ടൈം ചേഞ്ച് ചെയ്യുമോന്ന് ചോദിക്കണ്ടല്ലോ. എന്ത് പറ്റി? ചോദിച്ച ആളിവിടെ പോയോ? ഈ ടൈം പറ്റില്ല? 10:30 10:30 to 12:30 അല്ലേ? കുഴപ്പമുണ്ടാവും. ജോലിക്കൊക്കെ പോകുന്നവരെയൊക്കെ വിട്ടിട്ട് ഒരു 10:30 മുതൽ 12:30 വരെ. ഐ തിങ്ക് മോസ്റ്റ് ഓഫ് യു ആർ ഹൗസ് വൈഫ്സ് അല്ലേ? കണ്ടോ, കുറച്ചധികം പേരും എനിക്ക് തോന്നുന്നു ഹൗസ് വൈഫ്സ് ആയിരിക്കും. രാവിലെ അതെന്താ പിന്നെ ഉച്ചക്കൊക്കെ പോകും. ഉച്ചക്ക് ബോറടിക്കും. അങ്ങനത്തെ ഒരു PG നമ്മളുടെ HA പോലെ അത്രയും കുറച്ച് മിക്കതും കുറെ മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെയാണ്. മാനേജ് പരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെയാണ്. അങ്ങനത്തെ ആക്ടിവിറ്റീസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്ര എന്താ പറയാ ഇഷ്ടപ്പെട്ട് അങ്ങോട്ട് പഠിക്കാൻ പറ്റുമോ എന്ന് 1-2 ചാപ്റ്റർക്ക് കുഴപ്പമില്ലായിരിക്കും. പിന്നെ നെക്സ്റ്റ് മൊഡ്യൂൾസിലേക്ക് പോകുമ്പോൾ 5, 6, 7 ആ 3 മൊഡ്യൂൾസ് ആണല്ലോ ഉള്ളത്. അതിലേക്ക് അങ്ങോട്ട് എത്തുമ്പോഴേക്കും കുറച്ചുകൂടി എന്താ പറയാ ഇങ്ങനെ കുറെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇപ്പൊ നമുക്ക് ചിലതൊക്കെ നമുക്ക് അങ്ങനെ ഭയങ്കര കേട്ടിരുന്ന് ഭയങ്കരമായിട്ട് എന്താ പറയാ ഭയങ്കര ഈഗറായിട്ട് കേട്ടിരിക്കാനായിട്ട് തോന്നുന്ന ചില സബ്ജക്ട്സ് ഒക്കെ ഉണ്ട് അല്ലേ? ഇപ്പൊ നമ്മൾ ഒരു ഓപ്പറേഷൻ തിയേറ്ററിനെ കുറിച്ച് പഠിക്കുന്നു, അല്ലെങ്കിൽ ഒരു CSSD അവിടെ എന്തൊക്കെയാണ് നടക്കുക, കണ്ടോ? അങ്ങനത്തെ ആക്ടിവിറ്റീസ് നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ ചില ആഗ്രഹങ്ങളോടെ ഇരിക്കും. അപ്പൊ അങ്ങനത്തെ ടോപ്പിക്സ് ആയിരുന്നു നമുക്ക് HA ഉണ്ടായിരുന്നത്. പക്ഷെ ആ ഒരു മേഖല കഴിഞ്ഞു. നമ്മുടെ ആ ഒരു മേഖല കഴിഞ്ഞു. ഇനി കുറെ എന്താ പറയാ മാനേജ്മെന്റ് പരമായിട്ടുള്ള കാര്യങ്ങളിൽ വരുന്ന ചില ഇതാണ്. അതായത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് ആരാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ? The person who manages, controls, directs, coordinates every activities of a hospital. ഒരു ഹോസ്പിറ്റലിൻ്റെതായ എല്ലാ കാര്യങ്ങളെയും നോക്കുക, നിയന്ത്രിക്കുക,
കോർഡിനേറ്റ് ചെയ്യുക, ഡിറക്ട് ചെയ്യുക, ആൻഡ് ഓൾസോ ടു എൻഷുർ എവറി ആക്ടിവിറ്റീസ് ഇൻ എ ഹോസ്പിറ്റൽ ആർ ഗോയിങ് ഓൺ സ്മൂത്ത് അല്ലെ. ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും വളരെ സ്മൂത്ത് ആയി നടക്കുന്നു എന്നുള്ളതൊക്കെ ഉറപ്പുവരുത്തേണ്ടവരാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. നമ്മൾ ഈ PG ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു നല്ല ഒരു പ്രൊഫഷണൽ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയി മാറണം. അപ്പൊ അതിന് ഏതൊക്കെ മേഖലകൾ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്, അവിടെ എന്തൊക്കെയാണ് നമ്മുടെ റോൾ എന്താണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കണ്ടേ. ആ മനസ്സിലാക്കലുകളാണ് എനിക്ക് തോന്നുന്നു കൂടുതലും നമ്മുടെ HAPG എന്ന് പറയുന്നതിന്റെ സിലബസിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ അങ്ങനെയുള്ള സാധനങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് ഒക്കെ ചിലപ്പോൾ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ പറ്റും. ഇപ്പൊ പിന്നെ കുറച്ച് ബോറടി പോലെ തോന്നി. ആണെങ്കിലും കുഴപ്പമില്ലായിരുന്നു, ഉച്ചയ്ക്ക് വലിയ പ്രശ്നവുമില്ല. അത് നമുക്ക് കുറച്ചും കൂടി ആഗ്രഹത്തോടെ, അതുകൊണ്ടാണ് ഒരു കൺവീനിയന്റ് ആയിട്ടുള്ള ടൈം കൂടുതലും ആളുകളുടെ ആ ഒരു കൺവീനിയൻസ് നോക്കിയിട്ടാണ് നമ്മള് കാലത്ത് ആ ഒരു ക്ലാസ്സുകൾ തരുന്നത്. അതപ്പോ ആ ഒരു 2 മണിക്കൂറിലെ ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഫ്രഷ് ആയിട്ട് രാവിലെയൊക്കെ നമ്മൾ കുറച്ചും കൂടി ഫ്രഷ് ആണല്ലോ, അപ്പൊ അതൊക്കെ തലേ കയറും എന്നുള്ള രീതിയിലാണ് കേട്ടോ. കുറച്ച് ദിവസം ഒന്ന് നോക്ക് അത്. അപ്പൊ നമുക്കിപ്പോ എന്തായാലും തുടങ്ങിയിട്ടില്ലേ ഉള്ളൂ ഈ വീക്കില്. കണ്ട ഉറക്കം വരുന്നു ഉച്ചയ്ക്ക്. യെസ്, പഠിപ്പിക്കുന്ന ആൾക്കാർക്ക് അതിനേക്കാളും ഉറക്കം വരും അല്ലെ. പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അപ്പൊ വിചാരിക്കും ഉറക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തൊക്കെയാ പറയണെന്ന് പറയാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് ഉറക്കം വരുന്നു പറയുമ്പോൾ നിങ്ങൾ അന്ന് ആലോചിച്ച് നോക്കിയേ, അവിടെ കേട്ടിരിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾക്ക് ഒബ്വിയസ്ലി ഉറക്കം വരും. ഇവിടെ നമ്മളുടെ മുമ്പില് നമ്മളൊരു ഫേസ് കാണാതെ ഓൺലൈനായിട്ട് സ്ക്രീനിന്റെ മുമ്പിൽ വന്നിരുന്ന് ഇതുപോലെ ഇത്രയും ഫ്രഷ്നെസ് ഉള്ള ഒരു രീതിയിൽ നമുക്ക് വന്നിരുന്ന് പറയാൻ പറ്റില്ല. ഉച്ചയാകുമ്പോഴേക്കും എവറിബഡി ഫീൽസ് ടയർഡ്, എല്ലാവരും അങ്ങനെയാണ്. രാവിലെ കുറച്ച് ക്ലാസ് കഴിഞ്ഞു, പിന്നെ ഉച്ചയ്ക്ക് വരുമ്പോ ഇച്ചിരി ഫുഡ് കഴിച്ചതിന്റെ ക്ഷീണം, പിന്നെ അല്ലാതെയുള്ള ഫിസിക്കൽ ആയിട്ടുള്ള ക്ഷീണം, ഇതൊക്കെ കൂടി ചേർന്ന് അങ്ങോട്ട് വന്നിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഉറക്കമൊക്കെ ഫീൽ ചെയ്യും. പിന്നെ എന്തൊക്കെ ചിലപ്പോൾ വിളിച്ചു പറയാന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഐ തിങ്ക് മോസ്റ്റ് നല്ലൊരു സമയം എന്ന് പറയുന്നത് രാവിലെ ഒക്കെയാണ്. ഓക്കെ, ഒന്ന് കുറച്ച് ദിവസം നോക്ക്. കുറച്ച് ദിവസം നോക്കുമ്പോൾ ഇതൊരു ഹാബിച്വലായി മാറും, അതൊരു ശീലമായിക്കോളും. ഓക്കെ, നോക്കട്ടാ. ഓക്കെ, സോ നമ്മളുടെ ആൾക്കാർ വന്നാ ഇല്ലല്ലോ, അപ്പോഴും 20 പേരായിട്ടുള്ളൂ. 30+ ഉണ്ടെന്നാണ് പറഞ്ഞത്. 30+ സ്റ്റുഡൻസിൽ ഇന്ന് 10 പേര് ലീവ് എടുത്ത് എന്താണാവോ പോയത്, ഇസ്ലാമിക്സിന്റെ ക്ലാസ് ആണ് എന്ന് വിചാരിച്ചിട്ട് പോയതായിരിക്കും. എനിക്ക് അങ്ങനെ തോന്നുന്നു. കാരണം അതിനാണ് ഞാൻ ചോദിച്ചത് എത്ര കുട്ടികൾ ക്ലാസ്സിൽ കയറുന്നുണ്ട്. 30 ആയോ? അല്ലെങ്കിൽ അതന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ എനിക്ക് ഇഷ്ടം രാവിലെ ക്ലാസ് എടുക്കുന്നതാണ്. അത് ഞാൻ പറയാം. കാലത്തന്നെ നമുക്കൊരു ഫ്രഷ് മൂഡ് ആണ് വരിക അല്ലെ. ആ ഒരു എനർജി ഒക്കെ നമുക്ക് രാവിലെയാണ് കിട്ടുക. അതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് തോന്നാം. പിന്നെ രാവിലെയും ഉച്ചയ്ക്കുള്ള ശേഷവും എല്ലാം ഒരുപോലെ നമ്മൾ കാണണം. അതാണ്. എന്താണ് മൊഡ്യൂൾ എക്സാമിന്റെ കാര്യം പറഞ്ഞില്ലാന്നോ? മൊഡ്യൂൾ എക്സാം ഇല്ല. അടി അടി ഇതാണ് അടി വേണമോ? അടി എന്റെ പേരാണോ പറയേണ്ടത്? എന്റെ പേരാണോ അറിഞ്ഞില്ല എന്ന് പറയണേ ഫിസാൻ? അല്ലെങ്കിൽ എടുക്കുന്ന ചാപ്റ്ററിന്റെ പേരാണോ? എന്റെ പേരാണോ? ഫിസാൻ പറയട്ടെ. ഫിസാൻ ആള് ഇവിടെ തന്നിരിക്കുന്ന ഇവിടുത്തെ നമ്മളുടെ ഇതിലെ പേരാണ് കേട്ടോ. പിന്നെന്താ ചോദിച്ചത്? അത് തന്നെയാണോ അറിയണ്ടായിരുന്നേ? ഫിസാൻ ഇപ്പൊ ഇൻട്രൊഡക്ഷൻ ക്ലാസ് കണ്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താന്നൊക്കെ ഒന്ന് നോക്കണം കേട്ടോ കേട്ട്. അപ്പൊ മൊഡ്യൂൾ എക്സാംസ് ഇല്ല. നമ്മുടെ 3 മറന്നു ഇതാണ്. കുഴപ്പമില്ല, കണ്ടിട്ടുണ്ട് കേട്ടോ. നിഷാൻ തന്നെയാണ് പേര്. 3 മൊഡ്യൂൾസ് കഴിഞ്ഞിട്ടാണ് നമുക്ക് എക്സാംസ് വരിക കേട്ടോ. ഓക്കെ, യെസ്. സോ ലെറ്റ് സ്റ്റാർട്ട് നൗ. അപ്പൊ നമുക്ക് തുടങ്ങാം. ഇനി കുറച്ച് അധികം ദിവസം കഴിഞ്ഞിട്ടാണല്ലോ. ക്ലാസ്സിലുണ്ടായിരുന്നു അല്ലെ, മറന്നു ഇത്. ഓക്കെ, എന്റെ സൗണ്ട് കേൾക്കുമ്പോഴെങ്കിലും മറന്നുപോയത് തിരിച്ചു വരേണ്ടതായിരുന്നു. സൗണ്ട് കേൾക്കുമ്പോഴേക്കും ഇത് അന്ന് ഇൻട്രൊഡക്ഷൻ ക്ലാസ് എടുത്ത നിഷാമിസ് അല്ലേ എന്ന് ഓക്കെ ഓക്കെ യെസ്. അപ്പൊ നമുക്ക് എടുക്കാനുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് HA17 അല്ലെ. ഓക്കെ, നമുക്ക് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മളുടെ 5th മൊഡ്യൂളിലെ 7th ചാപ്റ്റർ ആണ്. ഓരോ മൊഡ്യൂളിലും എത്ര ചാപ്റ്റർ ഉണ്ടെന്ന് നമുക്ക് അറിയാലോ. 8 ചാപ്റ്റേഴ്സ് ഇൻ ഈച്ച് മൊഡ്യൂൾ. 3 മൊഡ്യൂളിലും 8 ചാപ്റ്ററുകൾ വീതമാണ്. എല്ലാത്തിനും ഒരേ നമ്പറാണ്. അപ്പൊ അതുകൊണ്ട് മിസ്സൊന്നാവാൻ സാധ്യതകൾ കുറവാണ്. 8 ചാപ്റ്റർ ആണ് കേട്ടോ. ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഇത് ആരെങ്കിലും എടുത്ത് ഇനി വേറെ വന്ന് വേറെ ടീച്ചേഴ്സ് ആരെങ്കിലും വന്ന് ഈ ചാപ്റ്റർ എടുത്തിട്ടുണ്ടോ?
ഞാൻ ഈ എൻഡ് ഓഫ് ദ വീക്കാണ് ഞാൻ കയറുന്നത്. ഇല്ല. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ലാസ്റ്റ് തേഴ്സ്ഡേയും ഫ്രൈഡേയും ആണല്ലോ നമ്മുടെ ക്ലാസ് വരുന്നത്. അപ്പൊ ഞാൻ ഇനി വേറെ ടീച്ചേഴ്സ് ഒന്ന് ഈ ക്ലാസ് ഇതിനെ കുറിച്ച് വേറൊക്കെ പറഞ്ഞോന്ന് അറിയാൻ വേണ്ടിയില്ല. അപ്പൊ എന്താണ് ഡ്രഗ്സ് ആൻഡ് ഫാർമാസ്യൂട്ടിക്കൽസ്? മരുന്ന് അല്ലെ, നമ്മള് ഒരു ഹോസ്പിറ്റലില് രോഗത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും രോഗമായിട്ട് ചെല്ലുമ്പോൾ നമുക്ക് അതിനുവേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഡ്രഗ്സ് അല്ലെങ്കിൽ മറ്റേ ഫാർമാസ്യൂട്ടിക്കൽ മരുന്ന് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അകത്ത് കഴിക്കുന്നത്, പുറത്ത് പുരട്ടുന്നത്, പലതരത്തിലുള്ള എന്താ പറയാ ഈ പൗഡർ രൂപത്തിലുള്ളത്, ലിക്വിഡ് രൂപത്തിലുള്ളത്, വട്ടവർ ഇതെല്ലാം കൂടിയാണ്. ഇവിടെ എന്താണ് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് കാര്യം എന്നാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഈ ചാപ്റ്ററിൽ അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മൾ അറിയാം നമുക്ക് ഹൂ ഈസ് എ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഇവിടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റോളാണ് കേട്ടോ നമ്മൾ ഈ ഡ്രഗ് ആൻഡ് ഫാർമാസ്യൂട്ടിക്കൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. എന്താണ് വാട്ട് ഹി ഓർ ഷീ ഹാവ് ടു ഡു ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ്സ്? നമ്മുടെ മരുന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, മരുന്ന് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ തീർച്ചയായിട്ടും അവർക്ക് വളരെയധികം പങ്കുണ്ട് കേട്ടോ. കാരണം ബിക്കോസ് ഡ്രഗ്സ് ആൻഡ് ഫാർമാസ്യൂട്ടിക്കൽസ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ടു ബി ഗിവൺ ടു എ പേഷ്യന്റ്. ഒരു രോഗമായിട്ട് രോഗി ഹോസ്പിറ്റലിൽ വരുമ്പോ അവരുടെ രോഗം ഭേദമാക്കാനായിട്ട് അല്ലെ, അവരുടെ ആ ഒരു എന്താ പറയാ ട്രീറ്റ്മെന്റിനൊക്കെ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ കൊടുക്കുന്ന മരുന്നാണ്. ആ മരുന്ന് കഴിച്ച് അതിൽ നിന്നാണ് ആ രോഗത്തിന് ഒരു ശമനം അല്ലെ കിട്ടേണ്ടത്. അപ്പൊ അത് കിട്ടിയില്ല എങ്കിൽ ഒബ്വിയസ്ലി നമുക്കറിയാം അതിന് പല രീതിയിലുള്ള എന്താ പറയാ ഒത്തിരി എന്താ പറയാ ആളുകൾ പല രീതിയിലൊക്കെ സംസാരിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളിൽ നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ റോള് എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് അവിടെ ചെയ്യേണ്ടത്, സോ ലൈക്ക് ദാറ്റ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. നമുക്കറിയാം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു he is the person or that is the particular department which controls every other departments അല്ലെ. മറ്റെല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അല്ലെങ്കിൽ അവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായി നടക്കുന്നുണ്ട്. അവിടെ എല്ലാ കാര്യങ്ങളും സ്കെഡ്യൂൾഡ് ആണ്, എല്ലാം കോർഡിനേറ്റ് ചെയ്ത് ആൻഡ് ഓൾസോ ടു എൻഷുർ ദാറ്റ് ദ ഹോസ്പിറ്റൽ ഈസ് പ്രൊവൈഡിങ് ക്വാളിറ്റി സർവീസസ് ടു ഇറ്റ്സ് പേഷ്യൻസ്. അതായത് ഹോസ്പിറ്റൽസിൽ വരുന്ന പേഷ്യൻസിനൊക്കെ നല്ല ഗുണനിലവാരമുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഗുണനിലവാരമുള്ള സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു വിഭാഗമാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ ഡ്രഗ് ആൻഡ് ഫാർമാസ്യൂട്ടിക്കൽസിലും അവർക്ക് അവരുടേതായ റോള് ചെയ്യാനുണ്ട്. ഒരു അഡ്മിനിസ്ട്രേറ്റർ he is not the person who prescribed any medicine to the patient അല്ലെ, or distribute the medicine to the patient. ഒരിക്കലും അല്ല. തീർച്ചയായിട്ടും ഒരു ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന് ഏതെങ്കിലും മരുന്ന് കുറിക്കാനോ അല്ലെങ്കിൽ ആ മരുന്നിനെ കുറിച്ച് എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ കൊടുക്കാനോ ഒക്കെ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനോ ഒന്നും അതിൽ നേരിട്ടുള്ള പങ്കൊന്നും നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് ഇല്ല. പക്ഷേ എന്നിരുന്നാലും ഒരു ഹോസ്പിറ്റലിന്റെ when they are interacting with other professionals in the hospitals, ഹോസ്പിറ്റലിനകത്ത് മറ്റ് പ്രൊഫഷണൽസുമായിട്ട് ബന്ധപ്പെട്ട് അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ they should have some layman's knowledge എന്നാ പറഞ്ഞേക്കുന്നത്. layman's knowledge അത്യാവശ്യം ഒരു എന്താ പറയാ ഒരു നോളജ്, ഒരു സാധാരണയായിട്ട് ഇത്തരം ഒരു നോളജ് ഇവർക്ക് ഉണ്ടായിരിക്കണം. എന്തിനെ കുറിച്ച്? അവിടുത്തെ മരുന്നുകളെ കുറിച്ചിട്ടും അല്ലെങ്കിൽ അവരുടെ ആ മരുന്നിന്റെ സ്പെസിഫിക്കേഷൻസിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ അതിന്റെ ടെക്നോളജി, ആ മരുന്നിന്റെ ടെക്നിക്സ് ഒക്കെ കാര്യങ്ങൾ, അതിന്റെ സാങ്കേതികപരമായിട്ടുള്ള വശങ്ങളൊക്കെ കുറിച്ച് ഒരു സാധാരണക്കാരന്റെ അറിവ് ആർക്ക് വേണം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് വേണം എന്നാണ് പറയുന്നത്. അതിന്റെ ആ ഒരു അത് നെസസറിയാണ് അക്കോർഡിംഗ് ടു ഇറ്റ്സ് പ്രോട്ടോകോൾ. അതിന്റെ ഹോസ്പിറ്റലിന്റെ എന്താ പറയാ അവിടുത്തെ ഓപ്പറേഷൻസ് ഒക്കെ അനുസരിച്ച് അതിന്റെ ഒരു പ്രോട്ടോകോൾ അനുസരിച്ച് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് അറിയണം എന്ത് മരുന്ന് എന്തിനുള്ളതാണ് അല്ലെങ്കിൽ ആ മരുന്നിനെ കുറിച്ച് ഉള്ള സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണ്. ഇറ്റ്സ് മാൻഡേറ്ററി, ഇറ്റ്സ് നെസസറി ടു നോ അബൌട്ട് സച്ച് ഡ്രഗ്സ്. ആ ഡ്രഗ്സിനെ കുറിച്ച് ഒരു എന്താ പറയാ ഒരു സാധാരണ അറിവ് എന്തായാലും വേണം. അല്ലാണ്ട് ഈ മരുന്ന് എന്താണ് ഒരു ചെറിയൊരു അറിവ് പോലും ആ മരുന്നിനെ കുറിച്ച് അറിയാതെ പോകരുതെന്നാ പറയണേ. അതൊരു നെസസറി ആയിട്ടുള്ള കാര്യമാണ്. കാരണം they have to interact with other professionals in the hospital. ഹോസ്പിറ്റൽസിലെ മറ്റ് പ്രൊഫഷണൽസുമായിട്ട് പലപ്പോഴും ബന്ധപ്പെടേണ്ട ഒരാളാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, ലൈക്ക് ഡോക്ടേഴ്സ്, നഴ്സസ്, പാരാമെഡിക്കൽ സ്റ്റാഫ്സ് അല്ലെ, ആൻഡ് ഓൾസോ ഈവൻ ദ പേഷ്യൻസുമായിട്ടൊക്കെ ഇവരുമായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യുമ്പോൾ they have to discuss about the drugs and pharmaceuticals. ഇതുപോലെ മരുന്നുകളും മറ്റു കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള പല കാര്യങ്ങളും ചർച്ച ചെയ്യേണ്ടി വരും. അപ്പൊ അത്തരം ചർച്ചകളിൽ ഈ ഡ്രഗ്സിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിവുകൾ ആർക്ക് വേണം?
ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് തീർച്ചയായിട്ടും വേണം. ബിക്കോസ് ദേ ഓൾസോ ഹാവ് ടു മാനേജ് ദാറ്റ് പ്രൊസീജിയേഴ്സ്. അവിടെ നടക്കുന്ന പല കാര്യങ്ങളും ആ ഒരു ഡ്രഗ്സും ഫാർമസ്യൂട്ടിക്കൽസുമായിട്ട് നടക്കുന്ന പല പ്രൊസീജിയേഴ്സും അറിയേണ്ടവരാണ്, അല്ലെങ്കിൽ അതിനെ ഡീൽ ചെയ്യേണ്ട ആളുകളാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. അതാണ് പറഞ്ഞിരിക്കുന്നത് ഇൻട്രൊഡക്ഷനിൽ തന്നെ. അപ്പൊ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് എന്ത് പങ്കാണ് നമ്മുടെ ഡ്രഗ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസിൽ ഉള്ളത്? ഇത് ഉണ്ടാക്കണ്ട, പ്രൊഡ്യൂസ് ചെയ്യണ്ട. പുതിയതായിട്ട് ഇങ്ങനെ അയ്യോ ഈ ഒരു ഇന്ന രോഗമായിട്ട് ഒരു രോഗി വരുന്നുണ്ടല്ലോ, അവർക്ക് എന്ത് മരുന്നാ കൊടുക്കുക, അപ്പൊ ഇതിന് മുമ്പ് ഇങ്ങനെ ഒരു രോഗത്തെ കുറിച്ച് അറിയില്ല, സോ വി ഹാവ് ടു പ്രിപ്പയർ, പ്രൊഡ്യൂസ് ചെയ്യണമല്ലോ പുതിയത്. അതൊന്നും ചെയ്യണ്ട. പക്ഷെ അതിനെ കുറിച്ച് മരുന്നുകൾ ഉണ്ടെങ്കിൽ ആ മരുന്നുകളെ കുറിച്ച് ചില കാര്യങ്ങളൊക്കെ അറിയണം എന്നുള്ളത് നിർബന്ധമാണ്. Because they have to deal with, interact with the doctors, nurses, paramedical staffs, അല്ലെ? ഇവരൊക്കെ ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് കൊണ്ട് അവരുടെ സംഭാഷണത്തില് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ ഇതിനെ കുറിച്ചൊക്കെ ചിലപ്പോൾ ഷെയർ ചെയ്യേണ്ടി വരും. അപ്പൊ അവര് ആ ഒരു അറിവ് ഉണ്ടായിരിക്കും എന്നാ പറയുന്നത്. മനസ്സിലായോ? ആൻഡ് ഇൻ ദ ഡെയിലി റൂട്ടീൻ അവരുടെ ഹോസ്പിറ്റൽസിലെ പല എന്താ പറയാ ഓപ്പറേഷൻസ്, പല റുട്ടീൻ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഡെയിലി നടക്കുന്ന പല കാര്യങ്ങളിലും, അതുപോലെ തന്നെ ഫോർ ദ മെയിൻ്റനൻസ് ഓഫ് ഹോസ്പിറ്റലിന്റെ മെയിൻ്റനൻസിൽ എവ്രിവർ എല്ലാവർക്കും നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർക്ക് ഒരു പങ്കുണ്ട്. അത് മാത്രമല്ല, ഇഫ് ദർ ഹാവ് സം ഡിസ്പ്യൂട്ട്സ് റിഗാർഡിംഗ് ദ ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്, ഇനിയുണ്ടല്ലോ ഈ മരുന്നുമായിട്ട് എന്തെങ്കിലുമൊക്കെ ബന്ധപ്പെട്ട് ഏതെങ്കിലുമൊക്കെ തർക്കങ്ങൾ തന്നെ വന്നാലും, ഇപ്പൊ പേഷ്യൻസ് ഏതെങ്കിലും മരുന്ന് കഴിച്ചു, ഇനി ഇഫ് ദേ ഹാവ് സം റിയാക്ഷൻസ് ഓഫ് ദാറ്റ് മെഡിസിൻ, ആ മെഡിസിൻസിനൊക്കെ എന്തെങ്കിലും റിയാക്ഷൻസ് ഉണ്ടായി, അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ് അതിന് ഉത്തരവൊക്കെ പറയേണ്ടി വരും. അപ്പൊ അവർക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് ആ കൊടുക്കുന്ന മരുന്നുകളെല്ലാം തന്നെ ചെക്ക് ചെയ്തതാണോ, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പാടുള്ള മരുന്നുകളാണോ, ലൈക്ക് ദാറ്റ്. അങ്ങനെയുള്ള ചില അറിവുകളൊക്കെ അഡ്മിനിസ്ട്രേറ്റർക്ക് അറിയേണ്ടി വരും. അതല്ലെങ്കിൽ വളരെയധികം പ്രശ്നങ്ങളിലേക്ക് പോകും. കാരണം ഒരു ഹോസ്പിറ്റലിന്റെ സ്മൂത്ത് ഫംഗ്ഷനിങ്ങിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് റോൾ വഹിക്കുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? ക്ലിയർ ആകുന്നുണ്ടോ പറയുന്നത്? ഓക്കെ, നമ്മളിപ്പോ ഇവിടെ 2-3 സെന്റൻസിന്റെ ആ കുറെ കാര്യങ്ങളാണ് പറഞ്ഞത്. സോ സി ഇഫ് യു ആർ മൊത്തത്തില്, അതായത് നമ്മളുടെ ഹോസ്പിറ്റലിന്റെ ഈ പറയുന്ന മരുന്നുകളൊക്കെ നമ്മള് എന്താ പറയാ എത്രത്തോളം ഒരു സ്മൂത്ത് ഫംഗ്ഷനിങ് ഓഫ് ദ ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ സ്മൂത്ത് റണ്ണിങ് ഓഫ് എ ഹോസ്പിറ്റൽ, ഈ പറയുന്ന ടെക്നിക്കൽ ആയിട്ടുള്ള ഡ്രഗ്സിന്റെ ടെക്നിക്കൽ പാരാമീറ്റേഴ്സും ആൻഡ് ഓൾസോ ദ ഓവറോൾ ടോട്ടൽ മാനേജ്മെന്റ് വളരെയധികം അത്യാവശ്യം വരുന്നുണ്ട്. മാത്രമല്ല എല്ലാം, എന്നാലാണ് ഒരു ഹോസ്പിറ്റലിന് സ്മൂത്തായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിൽ പ്രശ്നമൊന്നുമില്ല, അവര് നല്ല രീതിയിൽ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്, ഇറ്റ്സ് നോട്ട് ദ റൈറ്റ് തിങ്. അത് ശരിയായ കാര്യമല്ല. ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രം സ്മൂത്ത് ആയിട്ട് നടന്നാൽ പോരാ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെന്റ്, ദ ഹോൾ ഏരിയ ഓഫ് ദ ഹോസ്പിറ്റൽ ആർ ഫംഗ്ഷനിങ് ഓർ റണ്ണിങ് സ്മൂത്ത്ലി. അതൊക്കെ കൃത്യമായിട്ട് സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്, അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമാകുന്നുണ്ട്. സോ ഇൻ ദ ഏരിയ ഓഫ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ഓൾസോ, അതുകൊണ്ട് തന്നെ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് ഇവിടെയും കുറെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. എവിടെ? ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് മറ്റ് ഏരിയാസിൽ തങ്ങളുടെ സാന്നിധ്യം അവര് ഉറപ്പുവരുത്തുന്നത് പോലെ തന്നെ ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ഡീൽ ചെയ്യുമ്പോഴും അവരുടേതായ ഒരു ബോണ്ടിങ് ഇവിടെ വേണം, അവരുടേതായ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ അവരുടേതായ ഒരു ഡീലിങ്സ് വേണം എന്നാണ് പറയുന്നത്. മനസ്സിലായോ? സി നമുക്കറിയാം, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് പ്രൊവൈഡിങ് എ ഡ്രഗ് ഓർ ഫാർമസ്യൂട്ടിക്കൽ? എന്തിനാണ് മെഡിസിൻസ് ഡ്രഗ്സ് ഒക്കെ ആളുകൾക്ക് കൊടുക്കുന്നത്? ഇസ് ടു പ്രിവെന്റ് എനി ഡിസീസ്, അല്ലെങ്കിൽ ടു ക്യൂർ എനി ഡിസീസ്, അല്ലെ? ഏതെങ്കിലും രോഗങ്ങളെ തടയാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും രോഗങ്ങളെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ടും ക്യൂർ ചെയ്യാനായിട്ടും, രോഗം ഇല്ലാതാക്കാൻ, വന്ന രോഗത്തെ ഇല്ലാതാക്കാനൊക്കെയാണ്, അല്ലെ? അല്ലെങ്കിൽ ഏതെങ്കിലും രോഗലക്ഷണങ്ങളുമായിട്ട് വരുന്ന ആളുകൾക്ക് ഒരു എയിൽമെന്റ്, ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് ഡ്രഗ്സിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. എന്ത് മരുന്നും അതിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. വെറുതെ വന്നിരിക്കുന്ന ആളുകൾക്ക് നമ്മൾ മരുന്ന് കൊടുക്കുന്നില്ല. എന്തെങ്കിലും അസുഖമായിട്ട് വരുന്ന ആളുകൾക്ക് മരുന്ന് കൊടുക്കുമ്പോൾ അവര് വരുന്ന ആ രോഗത്തിന്റെ ലക്ഷണമോ രോഗത്തിനെയോ കുറയ്ക്കുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഡ്രഗ്സിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ആ ഡ്രഗ്സ് നമ്മളെങ്ങനെ കൊടുക്കണം? നല്ല രീതിയിലുള്ള ഡ്രഗ്സ് കൊടുക്കണം. എന്തെങ്കിലും വരി വെച്ച് കൊടുത്താൽ പോരാ, അല്ലെ? ഒരു രോഗത്തെ ഭേദമാക്കാൻ കഴിയും, അല്ലെങ്കിൽ ആ രോഗം ഇനി വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, തടയാൻ വേണ്ടിയിട്ടുള്ള കാര്യമായിരിക്കും ആ മരുന്നുകൊണ്ടുള്ള ഉപയോഗം. സോ that have to be taken into consideration by the hospital administrator. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടോ നമ്മുടെ ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസിന്റെ കാര്യത്തില് എന്ന് ഉറപ്പുവരുത്താനും ആൾക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഉത്തരവാദിത്വമുണ്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് ഉണ്ട്. സി ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇൻ US സം ഡ്രഗ്സ് ആർ അവൈലബിൾ. ചില ഡ്രഗ്സ് ഒക്കെ നമുക്ക്
എന്താ പറയാ എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും കൗണ്ടറിൽ മീൻസ് ലൈക്ക് മെഡിക്കൽ ഷോപ്സ്, അതായത് നമ്മള് ചില മരുന്നൊക്കെ സ്വയം ചികിത്സ നമ്മളുടെ ഒരു ഉറ്റ സുഹൃത്താണല്ലോ. അതായത് എന്തെങ്കിലുമൊക്കെ അസുഖം വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും നമ്മൾ ഹോസ്പിറ്റലിൽ പോവില്ല, പ്രത്യേകിച്ച് അമ്മമാര് അല്ലെ. എല്ലാവരെയും ഉണ്ടിത്തലേക്ക് എന്തെങ്കിലും അസുഖം വരും വേഗം പോയി ആ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കും. കുഞ്ഞുങ്ങളെയൊക്കെ ആണെങ്കിൽ നമ്മൾ കൈ പിടിച്ച് വേഗം വലിച്ചുകൊണ്ട് പോകും അല്ലെ. പക്ഷെ നമുക്ക് എന്തെങ്കിലും വന്നാൽ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം തന്നെ കുറച്ച് എന്തെങ്കിലുമൊക്കെ സ്വയം ചികിത്സയുടെ ഭാഗമായിട്ട് പച്ചമരുന്നാകാം, ആയുർവേദം ആകാം, അല്ലെങ്കിൽ എന്താ പറയുക വീട്ടിലുള്ള എന്തെങ്കിലും കുത്തിച്ചതച്ചൊക്കെ ഇട്ടിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റാനായിട്ട് നമ്മൾ നോക്കും അല്ലെ. അങ്ങനെയൊക്കെയാണ് ഒരു പരിധിവരെ അങ്ങനെ ചെയ്യും. നമ്മുടെ കയ്യിൽ ഒതുങ്ങില്ല എന്ന് മനസ്സിലാകുമ്പോൾ മാത്രമേ നമ്മൾ ഹോസ്പിറ്റൽസിൽ പോകുള്ളൂ അല്ലെ. പക്ഷെ ഇവിടെ ഹോസ്പിറ്റൽസിൽ നമ്മള് അപ്പൊ ചിലപ്പോൾ മെഡിക്കൽ ഷോപ്പിലൊക്കെ ആയിരിക്കും മരുന്ന് വാങ്ങിക്കുക. എല്ലാ യുഎസിൽ പറയുന്നത് അതായത് നമ്മൾ സാധാരണ ഹോസ്പിറ്റൽസിൽ നിന്ന് നമുക്ക് മരുന്ന് കുറിച്ച് തരാതെ തന്നെ നമ്മൾ പോയിട്ട് കൗണ്ടറിൽ പോയിട്ട് ഏതെങ്കിലും മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ പോയിട്ട് മരുന്ന് വാങ്ങിക്കും. അല്ലെങ്കിൽ അപ്പൊ യുഎസില് കുറച്ച് മരുന്നുകൾ മാത്രമേ നമുക്ക് അങ്ങനെ കിട്ടുള്ളൂ. ബാക്കി എവറി മെഡിസിൻസ് വിൽ ബി പ്രൊവൈഡഡ് ഓൺലി വിത്ത് ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ. ബാക്കി മരുന്നുകൾ ഒന്നും തന്നെ പുറത്തൊന്നും കിട്ടില്ല. വളരെ കുറച്ച് മരുന്നുകൾ മാത്രമേ ഈ കൗണ്ടേഴ്സിൽ കിട്ടുള്ളൂ. ബാക്കിയെല്ലാം തന്നെ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുത്താൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ചില ഇതൊക്കെ പറയും, ചില മരുന്നിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിട്ടാവും, നിങ്ങൾ വേണമെങ്കിൽ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഈ മരുന്നിന്റെ പുറത്തെ കവറിന്റെ പുറത്തെ യൂസ്ഡ് ഓൺലി ബൈ ദി ഡയറക്ഷൻ ഓഫ് എ ഫിസിഷ്യൻ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അങ്ങനെ വായിച്ചോക്കണം. മരുന്ന് കിട്ടുമ്പോ അത് വായിച്ചു നോക്കാനാണ് നേരം അല്ലെ. തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ടാകും കുറച്ച് പേര്. ഞാൻ മാത്രമല്ല, ഞാൻ വിചാരിച്ചു ഞാൻ മാത്രം കണ്ടിട്ടുണ്ടാവുള്ളൂ. എന്താന്ന് വെച്ചാൽ മരുന്ന് നമ്മൾ ഇപ്പൊ വാങ്ങിക്കുമ്പോ എല്ലാ മരുന്നും നമ്മൾ നോക്കും. കാരണം വി ഹാവ് ടു ഫൈൻഡ് വെദർ ഇറ്റ് ഹാസ് സം എക്സ്പയറി ഡേറ്റ് അല്ലെ. നമ്മൾ ഒന്നാമത്തെ കാര്യം നോക്കുന്നത് എക്സ്പയറി ഡേറ്റ് ഉണ്ടോ എന്ന് നോക്കും. എനിക്കൊരു മോനുണ്ട്, അവൻ എന്താ പറയാ ഏത് മരുന്ന് കൊടുത്താലും എപ്പോ കൊടുത്താലും സ്വന്തം അമ്മയാണ് കൊടുക്കുന്നതെന്നൊന്നും വിചാരില്ല, എന്ത് കൊടുത്താലും അപ്പൊ തന്നെ എക്സ്പയറി ഉണ്ടോ എന്ന് നോക്കും. മനസ്സിലായി? എക്സ്പയറി ഡേറ്റ് കറക്റ്റ് ആണോ, ഇനി കുറച്ചും കൂടി ലോങ് ആയിട്ടുണ്ടോ എന്നൊക്കെ നോക്കാണ്ട് കഴിക്കില്ല. അത് കൊടുത്തിട്ട് നമ്മളിപ്പോ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഡോക്ടർ എഴുതി തന്നിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഒന്ന് തരാണെങ്കിൽ പോലും അത് നോക്കും. അങ്ങനെ ഒരാളാണ്. അപ്പൊ അതുപോലെ അപ്പൊ ഇത് നോക്കണം. അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ചിലപ്പോ ബൈ മിസ്റ്റേക്കില് ഹോസ്പിറ്റൽസിലും ഇതുപോലെ അവരുടെ റാക്സിലും ഇതുപോലെ ഡേറ്റ് കഴിഞ്ഞ് ചിലപ്പോ വരുന്ന ഉണ്ടായിട്ടുണ്ടാകാം. നമുക്ക് എടുത്ത് തരുമ്പോ ഫാർമസിയിൽ ചിലപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടൊന്നും വരില്ല. സോ നമുക്ക് അത് എടുത്ത് വെച്ചിട്ട് നേരെ ഹോസ്പിറ്റൽസിൽ കൊണ്ടുപോയിട്ട് വേണമെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ ഇല്ലായിരിക്കും, പക്ഷെ എന്നാലും ബൈ മിസ്റ്റേക്ക് എങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റൽസിലൊക്കെ ഇതുപോലുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഡ്യൂട്ടിയാണ് എല്ലാ ഏരിയാസും സ്മൂത്ത് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്, അവിടെയൊന്നും വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത്. അങ്ങനെയുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഒക്കെ കൂടുതൽ വന്നപ്പോ ഇത്തരം കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് ഹോസ്പിറ്റൽസിൽ പറ്റിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ചില അശ്രദ്ധകൾ കൊണ്ട് അല്ലെ, കെയർലെസ് ആയിട്ടുള്ള അത്തരം കെയർലെസ് ആകുന്ന പല മേഖലകളും ഉണ്ടാകാൻ സാധ്യത. മനുഷ്യന്മാർക്കാണ് കെയർലെസ് ഉണ്ടാക്കാൻ പറ്റുന്നത്, അശ്രദ്ധ വരുന്നത് മനുഷ്യനാണ്. കാരണം ഏത് സമയം നമുക്ക് എത്ര കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്കൊരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാലും ചിലപ്പോഴൊക്കെ നമ്മുടെ മൈൻഡ് ഔട്ട് ആയി പോകും അല്ലെ. അപ്പൊ നമ്മൾ ഇത്തിരി ചിലപ്പോൾ കുറച്ച് സെക്കൻഡ്സ് ആയിരിക്കാം, കുറച്ച് മിനിറ്റുകളായിരിക്കാം നമ്മുടെ എന്താ പറയാ ശ്രദ്ധ മാറിപ്പോകും. അത് എല്ലാവർക്കും ഉള്ളതാണ്. നമുക്ക് ഇമോഷണൽ ഫീലിങ്സ് കൂടുതലുള്ള എന്താ പറയാ ലിവിങ് ബീങ്സ് ആയതുകൊണ്ടാണ്. ജീവനുള്ള ഇതില് ഏറ്റവും ഫീലിങ്സ് ഒക്കെ പ്രകടമാക്കുന്നത് മനുഷ്യനാണല്ലോ, അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ പെട്ടെന്ന് മാറിയിരിക്കും. അപ്പൊ ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മറ്റ് മരുന്നുകൾ, കുറച്ച് മരുന്നുകൾ മാത്രമേ സ്റ്റോഴ്സിൽ കിട്ടുള്ളൂ. അപ്പൊ യുഎസിൽ അങ്ങനെയാണെന്ന് പറയാന്. ആൻഡ് നമ്മൾ എടുക്കുന്ന മരുന്നുകൾ എങ്ങനെയൊക്കെയാ നമ്മൾ മരുന്ന് എല്ലാം വായി കൂടി മാത്രമാണ് കഴിക്കുക അല്ല, സ്കിന്നിൽ കൂടി കൊടുത്ത് ഇഞ്ചക്ഷനിലൂടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയാ ഇൻഹെയിലേഴ്സ് ഉപയോഗിച്ച് നമ്മളിങ്ങനെ അതിപ്പോ ഇൻഹെയിലേഴ്സ് ഉപയോഗിച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും എക്സാമ്പിൾ ആയിട്ട് പറയാൻ സാധിക്കുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ ഫേസ് ചെയ്യുന്ന മറ്റൊരു അസുഖമാണ് ബ്രീത്തിങ് പ്രോബ്ലം അല്ലെ. ബ്രീത്തിങ് പ്രോബ്ലംസ്. അപ്പൊ നമ്മൾ ചെല്ലുമ്പോ കുറച്ച് ശ്വാസം എടുക്കാനായിട്ട് ഡിഫിക്കൽട്ടി തോന്നുന്ന ആളുകൾക്ക് ചെല്ലുമ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ ആദ്യം തന്നെ ഡോക്ടറെ കണ്ടിട്ട് വേഗം തന്നെ ആ സാധനം ഒന്ന് എന്താ പറയാ നെബുലൈസ് ചെയ്യിപ്പിക്കും. നല്ല ആശ്വാസമാണ് അല്ലെ ആ സമയത്ത് അത് കിട്ടുമ്പോ. ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് നല്ലൊരു എന്താ പറയാ അനുഭൂതിയാണ്. കാരണം എന്ന് വെച്ചാൽ അത്രയും നേരം നമ്മള് ശ്വാസം എടുക്കാൻ ഒത്തിരി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഈ സമയത്ത് നമുക്ക് അതൊരു വലിയ ഒരു ആശ്രയമാണ്. നെബുലൈസ് അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഒത്തിരി ആശ്വാസം കിട്ടും. അതുപോലെ തന്നെ എന്താ പറയാ സ്കിൻ പാച്ചസ് ആയിട്ട് ഓൾ ദീസ് തിങ്സ്. അതെ, ആസ്തുമ തന്നെ വേണമെന്നില്ല. ആസ്തുമയിലേക്ക് പോകുന്നത് ഒരുപാട് ഇങ്ങനെ ഈ അലർജീസും ഒക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടിട്ട് കുറെ കാലഘട്ടം അങ്ങനെ കാലം കഴിയുമ്പോൾ അതിലേക്ക് മാറാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ സന്ദർഭങ്ങളിൽ നമുക്ക് ഒരു ആശ്വാസമാണ് ഈ നെബുലൈസേഷൻ. ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ത്രൂ ഇൻഹെയിലിംഗ് ആണ്. നമ്മളിങ്ങനെ ശ്വസിച്ചാണ് അതിൽ നിന്ന് ഒരു ആശ്വാസം കിട്ടുക. സ്കിൻ പാച്ചസിലൂടെ വായിൽ കൂടി ഒക്കെയാണ് ഡ്രഗ്സ്
അകത്തേക്ക് നമുക്ക് രോഗം മാറാൻ വേണ്ടി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, These are the common methods of providing drugs. Drugs കൊടുക്കുന്നതിന്റെ പ്രധാനപ്പെട്ട രീതികൾ അതൊക്കെയാണ്. അപ്പൊ ഇതൊക്കെ കൊടുക്കുമ്പോൾ അതൊക്കെ കൃത്യമായിട്ടാണ് കൊടുക്കുന്നത്. അത് ആ രോഗിയുടെ രോഗത്തെ പ്രിവെന്റ് ചെയ്യാനോ ക്യൂർ ചെയ്യാനോ യൂസ്ഫുൾ ആയിട്ടുള്ള മെഡിസിൻസ് ആണ് എന്ന് ഉറപ്പുവരുത്താനും ചില തർക്കങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാനും അതുപോലെ ഡോക്ടേഴ്സ്, നഴ്സസ്, പാരാമെഡിക്കൽ സ്റ്റാഫ്സും ഒക്കെ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കാനും സാധാരണക്കാരൻ്റെതായ ജ്ഞാനം ഡ്രഗ്സിനെ കുറിച്ചും ഡ്രഗ്സിന്റെ സാങ്കേതികപരമായിട്ടുള്ള വശങ്ങളെ കുറിച്ചും ആരറിയണം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ അറിഞ്ഞിരിക്കണമെന്നാണ് ഈ ഒറ്റ പാരഗ്രാഫിൽ ഇത്രയും നേരം പറഞ്ഞത്. മനസ്സിലായോ? മനസ്സിലായോ? ഈ ഒരു പാരഗ്രാഫിൽ അത്രയും കാര്യമാണ്. ഒറ്റ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ സെന്റൻസിൽ നമ്മൾ ഇതെല്ലാം കൂടി ചുരുക്കാം. ഒന്ന് വായിച്ചു നോക്കാം, ഒന്ന് വായിച്ചു നോക്കുമോ? എന്നിട്ട് ഞാൻ അണ്ടർലൈൻ ചെയ്യാമെന്ന് പറയാം. വായിച്ചോ? യെസ്, സോ അണ്ടർലൈൻ ചെയ്യണേ. An administrator is normally ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. ഫസ്റ്റ് സെന്റൻസ് not directly involved either in the prescription or distribution of a drug or pharmaceutical formulation. ഒരു എന്തെങ്കിലും എന്താ പറയാ മരുന്ന് ഉണ്ടാക്കുന്നത് ഉൽപ്പാദിപ്പിക്കുന്നതുമായിട്ടോ അല്ലെങ്കിൽ അതിന്റെ എന്താ പറയാ സൊല്യൂഷൻസ് ഒക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പൊ ഒരു മരുന്ന് ഉണ്ടാക്കുമ്പോ അതിന് വേണ്ട കുറെ സാധനങ്ങളൊക്കെ മിക്സ് ചെയ്യോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും തീർച്ചയായിട്ടും നേരിട്ട് അഡ്മിനിസ്ട്രേറ്റർക്ക് ബന്ധമൊന്നുമില്ല. ഒരു മരുന്നിന്റെ ഒരു ലീസ്റ്റ് തയ്യാറാക്കാനോ അതിനൊന്നും ഡോക്ടർ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർക്ക് ബന്ധമൊന്നുമില്ല. പക്ഷേ എങ്കിലും അടുത്ത സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്, അത് അണ്ടർലൈൻ ചെയ്യാം. നോ ഹൗ വരെ. നോ ഹൗ, നോ ഹൗ മീൻസ് ടെക്നോളജി എന്നാണ് കേട്ടോ ഇതർത്ഥം. നോ ഹൗ, KNOW ഇട്ടിട്ട് ഒരു ഹൗ ഇട്ടുണ്ട്. ദാറ്റ് മീൻസ് ടെക്നിക്കൽ ആയിട്ടുള്ള വശങ്ങൾ കേട്ടോ. പിന്നെ അണ്ടർലൈൻ ചെയ്യേണ്ടത് നമ്മളുടെ ഇതാണ്. Drugs can be taken orally via a skin patch, by injection or via an inhaler are the most common methods. നമ്മുടെ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന മരുന്നുകൾ കൊടുക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ചില രീതികളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് നോക്കാം നമുക്ക്. ഇനി ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ ഈ മരുന്നുകളൊക്കെ ഉത്പാദിപ്പിക്കുന്ന വ്യവസായങ്ങളുണ്ട് അല്ലെ, ഇൻഡസ്ട്രി. അതായത് ടെക്നോളജി ഉപയോഗിച്ച് പുതിയ പുതിയ മരുന്നുകൾ ഡെവലപ്പ് ചെയ്ത് വികസിപ്പിച്ചെടുക്കേണ്ടതൊക്കെ ഉണ്ട്. കാരണം ഇന്നത്തെ കാലത്താണ് പ്രത്യേകിച്ചും. കാരണം എന്താ? ബിക്കോസ് nowadays we can see different types of diseases and also നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള രോഗങ്ങൾ. പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന പോലത്തെ രോഗങ്ങളൊന്നുമല്ല. ഇന്നിപ്പോ നമ്മള് പുതിയ പുതിയ രോഗങ്ങൾ, ചില രോഗങ്ങളുടെയൊക്കെ പേരുകൾ കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചില രോഗങ്ങൾ ഉണ്ടെന്ന് അറിയുമ്പോഴോ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും അല്ലെ. ഒരു മനുഷ്യ ശരീരത്തിൽ നടക്കുന്ന ചില മാറ്റങ്ങളാണ് ഈ എന്താ പറയാ രോഗങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. നോർമലായിട്ട് ചെയ്യേണ്ട ഫങ്ഷൻ ചെയ്യേണ്ട പല കാര്യങ്ങളും അതില് എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് കാണുമ്പോൾ നമ്മൾ രോഗം എന്ന് വിളിക്കാം അല്ലെ. നോർമലായിട്ട് ഒരു മനുഷ്യന്റെ ഒരു എന്താ പറയാ ഒരു ദിവസം അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും അത് അവരുടെ ഫിസിക്കലായിട്ട് അവരെ എങ്ങനെ ബാധിക്കുന്നു, ആ ഫിസിക്കലായിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഫീൽ ചെയ്താൽ ഇറ്റ് ഈസ്
എ കൈൻഡ് ഓഫ് ഡിസീസ്. അതാണ് രോഗം. സാധാരണഗതിയിൽ നടക്കുന്നതിൽ എന്തെങ്കിലും വ്യത്യസ്തങ്ങൾ വന്നു കഴിഞ്ഞാൽ. അപ്പൊ അതിന് വേണ്ടിയിട്ട് വി നോ ദാറ്റ് വി ഹാവ് ടു ഡെവലപ്പ് മോർ ന്യൂ ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്. അപ്പൊ ഇത്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന രോഗാവസ്ഥകൾക്ക്, രോഗവൈരുദ്ധ്യങ്ങൾക്ക് തീർച്ചയായിട്ടും പുതിയ പുതിയ മരുന്നുകൾ ഡെവലപ്പ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഡസ്ട്രീസ് ആണ് നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു US ഇക്കോണമി, അമേരിക്കയിലെ ഒരു ഏറ്റവും എന്താ പറയാ പ്രോഫിറ്റബിൾ ആയിട്ട് നടത്തുന്ന ഒരു ബിസിനസ് ആണെന്ന് പറയുന്നത് ഒരു ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയാണ് US-ലെ. എന്നുവെച്ചാൽ അവിടെ US-ലുള്ള കുറെ ബിസിനസ് സ്ഥാപനങ്ങളില് അല്ലെങ്കിൽ ഒത്തിരി ബിസിനസ്സുകൾ അവിടെ ഉണ്ട്. പക്ഷെ അതില് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്ന ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ആണെന്ന്. മനസ്സിലായോ? സെന്റൻസ് മനസ്സിലായോ? നമ്മുടെ നാട്ടിലും അതെ ഇഷ്ടംപോലെ ബിസിനസ് സ്ഥാപനങ്ങളുണ്ട് അല്ലെ. പക്ഷെ അമേരിക്കയില് ഈ പറയുന്ന ബിസിനസ് സ്ഥാപനങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഫാർമസ്യൂട്ടിക്കൽ ബിസിനസ് ചെയ്യുന്നതാണെന്നാണ്. അതിനൊരു എസ്റ്റിമേഷൻ പറയുന്നുണ്ട്, ഒരു കണക്ക് പറയുന്നുണ്ട്. $24.4 ബില്യൺ റവന്യൂ ആണ് 2018 അവർക്ക് ആ ബിസിനസ് ചെയ്ത് കിട്ടിയതെന്നാ പറയുന്നത്. ഒരു ജസ്റ്റ് ഒരു നമുക്ക് നമ്മളെ കൺഫേം ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് US-ലെ. എന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് ഈ പറയുന്ന രോഗങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നതുകൊണ്ട് പുതിയ ഒരുപാട് മെഡിസിൻസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു ബിസിനസ്സുകാര് തീർച്ചയായിട്ടും they will charge some money അല്ലെ, കോസ്റ്റ്, അതിന് പൈസ ചാർജ് ചെയ്യും. അപ്പൊ അവരുടേതായ പ്രോഫിറ്റ് കൂടി ഉണ്ടാക്കിയിട്ടാണ് അവർ ചാർജ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതിൽ നിന്നുണ്ടാകുന്ന വരുമാനം, ഒരു ഇൻകം അല്ലെങ്കിൽ റവന്യൂ, വരുമാനം എന്ന് പറയുന്നത് ഇത്രയധികം ഉണ്ട് എന്ന് പറയുമ്പോ നമുക്കറിയാം അപ്പൊ എത്രയധികം രോഗികൾ ഉണ്ടായിട്ടായിരിക്കണം. ഇത് വിറ്റ് പോകാതെ എന്തായാലും പ്രോഫിറ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. വെറുതെ പ്രൊഡ്യൂസ് ചെയ്താൽ ഇറ്റ്സ് നോട്ട് they cannot make any profits. വെറുതെ ഞാനിപ്പോ കുറെ സാധനങ്ങൾ എന്തെങ്കിലും ഉത്പാദിപ്പിച്ചു വെച്ചു, അത് സെയിൽ നടക്കുമ്പോഴാണ് പ്രോഫിറ്റ് ഉണ്ടാകുക. അപ്പൊ തീർച്ചയായിട്ടും അത്തരം ഇൻഡസ്ട്രി, ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിന് അത്രയും $1 ബില്യൺ അവർ വരുമാനം അല്ലെങ്കിൽ ഉണ്ടാക്കിയെങ്കിൽ എത്രത്തോളം മെഡിസിൻസ് വിറ്റഴിഞ്ഞ് പോകുന്നുണ്ടായിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ മെഡിസിൻസ് വെറുതെ വാരി തിന്നുന്ന സാധനം ഇല്ലല്ലോ, രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നതല്ലേ. അതൊരു എക്സാമ്പിൾ നമുക്ക് അത്രയും ഉണ്ട് എന്ന് പറയുന്ന എന്താ പറയാ അത്രയും പെരുകിയിട്ടുണ്ട് രോഗങ്ങളുടെ അവസ്ഥകൾ. സോ അതിലൊക്കെ നമുക്ക് മാനേജ്മെന്റ് വളരെയധികം വേണ്ടതാണ്. അത് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക്. ക്ലിയർ ആയോ? ആ ഒരു കുഞ്ഞു പാരഗ്രാഫ് മനസ്സിലല്ലേ? ഓക്കെ, അവിടെ നമുക്ക് അണ്ടർലൈൻ ചെയ്യാനൊന്നുമില്ല, അത് ജസ്റ്റ് ഒരു ഇൻഫോർമേഷന് വേണ്ടിയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതാണ്. ആൻഡ് ഇനി നമുക്ക് വേണ്ടത് എന്താന്ന് നോക്കാം. ഫോർ ദ മാനുഫാക്ചറിങ് ആൻഡ് സെല്ലിംഗ് ഓർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് 2 approvals are very necessary. നമുക്കില്ലേ ഈ മരുന്നുകൾ ഇങ്ങനെ ഉത്പാദിപ്പിച്ച് അത് വിൽക്കുകയോ അല്ലെങ്കിൽ വിതരണം ചെയ്യുകയോ ചെയ്യുന്നതിന് പ്രധാനമായിട്ടും 2 അപ്രൂവൽ നമുക്ക് കിട്ടണം. വെറുതെ ആർക്കെങ്കിലും മരുന്ന് ഉണ്ടാക്കി അങ്ങോട്ട് വിതരണം ചെയ്യാൻ പറ്റില്ല. 2 അപ്രൂവൽസ് കിട്ടണം. എന്താ അപ്രൂവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മലയാളത്തിൽ പറയാം അപ്രൂവൽ എന്ന് പറഞ്ഞാൽ എന്താ പറയാ മലയാളത്തില്? അപ്രൂവൽ കിട്ടാന്ന് പറയില്ലേ? അനുമതി. അനുമതി തന്നെയാണോ മലയാളം കറക്റ്റ്? അതെ, അനുവാദം അല്ലെങ്കിൽ അനുമതി കിട്ടണം. അപ്പൊ 2 അനുമതികൾ നമ്മൾ വാങ്ങിക്കണം കേട്ടോ. 2 അപ്രൂവൽസ് കിട്ടണം. അപ്രൂവൽ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാലോ, കാര്യം പിടിയിട്ടില്ലേ? അപ്പൊ 2 അപ്രൂവൽസ് വളരെ നിർബന്ധമാണ്. ഇൻ ഓർഡർ ടു മാനുഫാക്ചർ, സെയിൽ ഓർ ഡിസ്ട്രിബ്യൂട്ട് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്. അംഗീകാരം എല്ലാവട്ടെ. അപ്പൊ ഇല്ലേ ഈ പറഞ്ഞ 2 അപ്രൂവൽസ് എന്തൊക്കെയാന്ന് നോക്കാം. ഒന്ന് ഡ്രഗ് ലൈസൻസും മറ്റൊന്ന് ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസും. എന്തൊക്കെയാണ്? ഒന്ന് ഡ്രഗ് ലൈസൻസ്. ആർക്കെങ്കിലും പോയി ഇപ്പൊ എനിക്ക് എന്താ പറയാ ഞാനും ഒരു എന്താ പറയാ റിസർച്ച് ഒക്കെ നടത്തി പഠനമൊക്കെ നടത്തി പുതിയ മരുന്നുകൾ വികസിപ്പിച്ച് എടുക്കട്ടെ ഇന്ന രോഗത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ തന്നെ സ്വന്തമായിട്ട് ഇത് കഴിക്കേണ്ടി വരും. അങ്ങനെയൊന്നും പറ്റില്ല. അതിന് അങ്ങനെ കിട്ടണം നമുക്ക് ചെയ്യാനായിട്ട് ആരുടെയെങ്കിലും സഹായത്തോടെയോ റിസർച്ച് നടത്തി ചെയ്യണമെന്നുണ്ടെങ്കിൽ we have to get some license. അതിന് നമുക്ക് അപ്രൂവൽ കിട്ടണം, ലൈസൻസ് കിട്ടണം. അങ്ങനെ നമ്മൾ നേടേണ്ട 2 കാര്യമാണ്, 2 അപ്രൂവൽസ് ആണ്. ഒന്ന് ഡ്രഗ് ലൈസൻസ്, മരുന്ന് ഉത്പാദിപ്പിക്കാനുള്ള ലൈസൻസ്. മറ്റൊന്ന് ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ്. ആ ഗുഡ് മീൻസ് ദാറ്റ് ഡ്രഗ്, ആ ഡ്രഗ്സ് ഉത്പാദിപ്പിക്കാനുള്ള അതിൻ്റെതായ ചില കാര്യങ്ങൾ. മനസ്സിലായോ? അപ്പൊ മരുന്ന് ഉത്പാദിപ്പിക്കുന്നതിന് മരുന്നിന്റെ ലൈസൻസ് കിട്ടണം, അത് മാനുഫാക്ചർ ചെയ്യാനുള്ള ആ ഒരു ലൈസൻസും രണ്ടാണ്. 2 കിട്ടണം. ഇത് 2 കിട്ടിയാലും മാത്രമേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ ഒന്നും ലൈസൻസ് കൊടുക്കൂല. ഇപ്പൊ നവഡേയ്സ് നമുക്കറിയാം എന്തൊരു ബിസിനസ് സംരംഭം തുടങ്ങുമ്പോഴും വി ഹാവ് ടു ഗെറ്റ് സം ലൈസൻസ് അല്ലെ. ഒരു ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ നമുക്കൊരു പുതിയ ബിസിനസ് തുടങ്ങണം.
അപ്പൊ അതിന് ലൈസൻസ് വേണം, അതിന് പർട്ടിക്കുലർ ആയിട്ടുള്ള സ്ഥലമുണ്ടോ, അതിൻ്റെതായ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് ഉണ്ട്, ഒരുപാട് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ സാറ്റിസ്ഫൈഡ് ആണെന്ന് നോക്കും. ആൻഡ് എവറിഥിങ് ഇഫ് ഇറ്റ് ഈസ് ഓക്കെ, എല്ലാം ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പെർമിഷൻ നമുക്ക് കിട്ടുള്ളൂ അല്ലെ. അതെവിടെയാണ്, ഏത് തരത്തിലുള്ള ബിസിനസ് ആണ്, ചില കാര്യങ്ങളൊക്കെ ഇല്ലേ. ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ഞാൻ പറയാം, ചില ബിസിനസ്സിന് കുറെ നമ്മൾ ഓർഡർ ചെയ്യും. ഇപ്പൊ ഒരു എന്താ പറയാ, ഇപ്പൊ ഈ ക്രാക്കേഴ്സ് ഒക്കെ വിൽക്കുന്ന കട തുടങ്ങണം, അത് ലൈസൻസ് ഒക്കെ കിട്ടിയാൽ മാത്രമേ നമുക്ക് അങ്ങനത്തെയൊക്കെ തുടങ്ങാൻ പറ്റുള്ളൂ. കാരണം ഇപ്പൊ നമ്മള് ഒരു ഇത്ര ചുറ്റളവിൽ വീടുകളൊക്കെ ഉണ്ടോ, എന്തെങ്കിലും ഒരു ചെറിയ പൊരി മതി അല്ലെ, മീൻസ് തീപ്പൊരി, ഞാൻ ഉദ്ദേശിച്ചത് സ്പാർക്ക് എവിടെന്നെങ്കിലും ഉണ്ടായ പടക്കക്കടയൊക്കെയാണ്, പെട്ടെന്നൊക്കെ തീപിടിച്ച തൊട്ടടുത്തൊക്കെ വീടുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഭയങ്കര റിസ്ക് ആണ്. കാരണം ഒരുപാട് നഷ്ടങ്ങള് മനുഷ്യന്മാർക്ക് തന്നെ സംഭവിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഇതിനൊക്കെ കുറെ പർട്ടിക്കുലർ ലിമിറ്റ്സ് ഉണ്ട്. അപ്പൊ ആ രീതിയിലൊക്കെ നോക്കി അതൊക്കെ ഓക്കെ ആണെന്ന് ഫൈനലൈസ് ചെയ്താൽ മാത്രമേ അത്തരം കാര്യങ്ങൾക്ക് അനുമതി കൊടുക്കുള്ളൂ. അതുപോലെ മിക്ക ഓരോ ടൈപ്പ് ഓഫ് ബിസിനസിനെ ഡിപ്പെൻഡ് ചെയ്ത് അതിന് ലൈസൻസ് കിട്ടണം. അതെ അച്ചാർ, അതെ കേക്ക് ഒക്കെ നമ്മുടെ എന്താ പറയാ, നമ്മളുടെ മറ്റേ സാധനം കൊറോണ വന്നു കഴിഞ്ഞപ്പോ ഒരുപാട് പേര് യൂട്യൂബ് ചാനൽസ് തുടങ്ങി. യൂട്യൂബ് ചാനൽസ് തുടങ്ങുമ്പോൾ നമുക്കറിയാം അതിനകത്ത് ഒരുപാട് സാധനങ്ങളൊക്കെ ആളുകൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയൊക്കെ വീടിന് പുറത്തിറങ്ങാൻ പാടില്ലായിരുന്നല്ലോ. ഒരു മാസത്തോളം കറക്റ്റ് ആയിട്ട് എല്ലാവരും വീടിനകത്ത് തന്നെ ഇരിക്കും. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോ പതുക്കെ തലയൊക്കെ പുറത്തിട്ട് നോക്കി, വേറെ ആൾക്കാർ നോക്കിപ്പോയി നടക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കി, അപ്പൊ കുഴപ്പമൊന്നുമില്ല, നമുക്ക് പോകാം. പതുക്കെ ഒരാളൊക്കെ പുറത്തിറങ്ങാൻ തുടങ്ങി. പിന്നെ എല്ലാവരും പുറത്തന്നെ ആയിരുന്നു. അത്രയധികം സ്ട്രിക്റ്റ് ഒക്കെ നമ്മൾ പേടി മാറി. അതാണ് എന്തെങ്കിലും വന്നു കഴിയുമ്പോ നമുക്ക് എന്താ പറയാ, ഒരു പേടി മാറുന്നത് വരെ എല്ലാത്തിനും നമ്മളൊരു കൺട്രോൾ കൊണ്ടുവരുള്ളൂ. അത് കഴിഞ്ഞുമ്പോ പേടി മാറി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ എന്ത് ചെയ്യും, എത്ര കാര്യങ്ങൾ നടക്കുന്നത് നമുക്ക് ചുറ്റും. പക്ഷെ അത് ആ സമയത്തേക്കുള്ളൂ. എന്നാലും അത് തന്നെ ആവർത്തിക്കും ആളുകൾ. വാഹനം അത്ര സ്പീഡിൽ ഓടിക്കാൻ പാടില്ല, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. എന്നിട്ട് വാഹന അപകടങ്ങൾ വർദ്ധിക്കുന്നുണ്ടല്ലോ ഇപ്പോഴും അല്ലെ. ഒരുപാട് ലൈസൻസിൽ ഒരുപാട് സ്ട്രിക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ then also we can see ഇന്ന് വന്നിട്ട് ഒരുപാട് വാഹനാപകടങ്ങൾ നടക്കുന്നുണ്ട്. ലൈസൻസിലും ഒരുപാട് എന്താ പറയാ കൺട്രോൾ കൊണ്ടുവന്നു. എന്നിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെയാണ് നമ്മൾ ഈ നടത്തുന്ന മരുന്നുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഏത് ബിസിനസ് ആയാലും അതിന് ലൈസൻസ് വേണം എന്നുള്ളത് പോലെ തന്നെ നമ്മുടെ ഡ്രഗ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസിന്റെ കാര്യത്തിൽ അത് മാനുഫാക്ചർ ചെയ്യുന്നതിനും സെയിൽ ചെയ്യുന്നതിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനും പ്രത്യേകം അപ്രൂവൽസ് കിട്ടണം. അത് 2 അപ്രൂവൽസ് ആണ്, ഡ്രഗ് ലൈസൻസും ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസും. ഗുഡ് മാനുഫാക്ചറിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ ഗുഡ് എന്നുള്ളത് ആ വസ്തുവിന്റെ പേരാണ് കേട്ടോ, ഗുഡ് സാധനങ്ങൾ അല്ലെ, ഗുഡ്സ് എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് സീ, അപ്പൊ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ഡ്രഗ് ലൈസൻസ് ആണ് കേട്ടോ. ലൈസൻസ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ ഒരു സീൽ പോലെ അത് കിട്ടണം. അത് എവിടെയാണ് പതിയേണ്ടത്, അതിന്റെ ഫോർമാറ്റ് ഒക്കെ ഉണ്ടാവും അതിലത് കിട്ടണം. ആ ഒരു ഫസ്റ്റുകൾ കിട്ടുക എന്നുള്ളത് അത്ര എളുപ്പമൊന്നുമുള്ള കാര്യമല്ല. ഓടിയൊക്കെ നടക്കേണ്ടി വരും. കുറെ നമ്മൾ തന്നെ നമ്മളുടെ എന്തെങ്കിലുമൊക്കെ സർട്ടിഫിക്കറ്റ്സിന് വേണ്ടി എത്രയൊക്കെ ഓടാറുണ്ട്, പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എവിടെയൊക്കെ പോകണം, അത് അതിന്റെ സമയത്തിന് എണ്ണം, ആ സമയം ഞാൻ ഒരു തെറ്റിപ്പോയി അവർ ദേഷ്യം വരും അല്ലെ, ഈ സമയത്താണ് ഇതുകൊണ്ട് വരുന്നത്. ആ ഒരു സീല് അല്ലെ, എന്തിനു പറയുന്നത്, നമ്മളുടെ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി എടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുമ്പോ അല്ലെ, അഡ്ജസ്റ്റ് ചെയ്യാൻ പോയിട്ടില്ലേ, പോയിട്ടില്ല, അവിടെ നിന്ന് ആ ഒരു സീലടിച്ച് കിട്ടണമെങ്കിലേ നമ്മള് എത്ര ഭവ്യതയോടെയും എത്ര ഇതായിട്ട് നമ്മൾ അവരുടെ മുമ്പിൽ നിൽക്കണം അല്ലെ. ഒക്കെയാണ് അതുപോലെയൊക്കെ തന്നെ ഇതും ലൈസൻസ് കിട്ടണമെങ്കിൽ അതിന് അതിൻ്റെതായ കുറെ മാനദണ്ഡങ്ങളുണ്ട്. അപ്പൊ ഇവിടെ DL അല്ലെങ്കിൽ ഡ്രഗ് ലൈസൻസ്, DL എന്ന് ഉദ്ദേശിക്കുന്നത് അബ്രീവിയേറ്റഡ് ഫോം ഓഫ് ഡ്രഗ് ലൈസൻസ് ആണ്. ഡ്രഗ് ലൈസൻസിന്റെ എന്താ പറയാ ചുരുക്കരൂപം DL അല്ലെങ്കിൽ ഡ്രഗ് മാനുഫാക്ചറിംഗ് ലൈസൻസ്, രണ്ടും തന്നെയാണ്, പേരിൽ തന്നെയാണ് അറിയപ്പെടുക. ഇറ്റ് ഈസ് എ ലൈസൻസ്, അത് വളരെ അത്യാവശ്യം വേണ്ട ഒരു ലൈസൻസ് ആണ് അക്കോർഡിംഗ് ടു ദ പ്രോട്ടോകോൾ. അതായത് ഔദ്യോഗികമായിട്ടുള്ള ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു എന്താ പറയാ പ്രഖ്യാപനമാണ് ടു മാനുഫാക്ചർ, സെയിൽ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഡ്രഗ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്. ഈ പറയുന്ന ലൈസൻസ് ഇതിനു വേണ്ടിയിട്ടുള്ളതാ, ഈ ഡ്രഗ് എന്താണോ അവർ ഉദ്ദേശിക്കുന്നത് ആ ഡ്രഗ് ഉൽപ്പാദിപ്പിക്കാനും അത് വിൽക്കാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുമുള്ള അധികാരം കൊടുക്കുക എന്നുള്ളത് ഔദ്യോഗികമായി പ്രൊവൈഡ് ചെയ്യുക പ്രോട്ടോകോൾ പ്രകാരം. അത് ഇല്ലാണ്ട് നമുക്ക് ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലാണെങ്കിൽ തീർച്ചയായിട്ടും അത് അവർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ദിസ് DL should be provided. എന്ത് കൊടുക്കണം, ഡ്രഗ് ലൈസൻസ് കൊടുക്കണം. അത് ആർക്കായാലും ഏത് സ്റ്റേറ്റസിലുള്ളതാണെങ്കിലും, ഇവിടെ സ്റ്റേറ്റസ് ഉദ്ദേശിക്കുന്നത് ജനറിക് ഡ്രഗ്സും അതുപോലെ തന്നെ പേറ്റന്റഡ് ഡ്രഗ്സും ആണ് കേട്ടോ. ഈ എന്താ പറയാ
ഏത് ടൈപ്പ് ഏത് സ്റ്റേറ്റസിലുള്ള ഡ്രഗ്സ് ആണെങ്കിൽ പോലും അതിന് ഡിഫറൻഷിയേഷൻ ഇല്ല, വ്യത്യാസമൊന്നുമില്ല. ഇപ്പോ ജനറിക് ഡ്രഗ്സ് ആയിക്കോട്ടെ, പേറ്റന്റഡ് ഡ്രഗ്സ് ആയിക്കോട്ടെ, എന്താണെങ്കിലും അത് ഉത്പാദിപ്പിക്കാനും അത് എന്താ പറയാ സെയിൽ നടത്താനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും DL എന്ന് പറയുന്ന ഡ്രഗ് ലൈസൻസ് അല്ലെങ്കിൽ ഡ്രഗ് മാനുഫാക്ചറിംഗ് ലൈസൻസ് മാൻഡേറ്ററി ആണ്. അതായത് വേണം എന്നുള്ളത് നിർബന്ധമാണ്. മനസ്സിലായോ? ആ സ്റ്റേറ്റസ് ഏത് സ്റ്റേറ്റസിലുള്ള മെഡിസിൻസ് ആയാലും ഡ്രഗ്സ് ആയാലും ഏത് സ്റ്റേറ്റസ്, ഇവിടെ സ്റ്റേറ്റസ് എന്ന് ഉദ്ദേശിക്കുന്നത് ജനറിക് ഡ്രഗ്സും പേറ്റന്റഡ് ഡ്രഗ്സും ആണ്. ഞാൻ നിങ്ങൾക്ക് എഴുതി തരാം അതെന്താണ്. ചിലപ്പോൾ നമുക്ക് അത് പെട്ടെന്ന് ക്ലിയർ ആകില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പേറ്റന്റഡ് ഡ്രഗ്സ് എന്താണെന്ന് പറയാം. ഈ പേറ്റന്റഡ് ഡ്രഗ്സ് എന്ന് പറഞ്ഞത് ഒറിജിനൽ ബ്രാൻഡ് നെയിമാണ്. എന്ന് വെച്ചാൽ ഒറിജിനൽ ആയിട്ട് എന്താ പറയാ നമ്മളുടെ ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കോസ്റ്റുകളൊക്കെ ഉള്ള എന്ന് വെച്ചാൽ ഒരു മരുന്ന് നമ്മള് പുതിയതായിട്ട് ഗവേഷണങ്ങളിലൂടെ ഡെവലപ്പ് ചെയ്തെടുക്കാണ്. അപ്പൊ ഒരുപാട് ചെലവൊക്കെ ഉണ്ട് അല്ലെ? ഗവേഷണം നടത്തുമ്പോൾ നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ട കുറെ സാധനങ്ങളൊക്കെ നമുക്ക് വേണ്ടി വരും. ആ ഗവേഷണം നടത്തുന്നതിന് കുറെ പഠനങ്ങൾ നടത്തേണ്ടി വരും. പഠനങ്ങൾക്ക് വേണ്ടി ചില ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ എന്താ പറയാ ചില എന്താ പറയുക മെഡിക്കൽ സെന്ററുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ സന്ദർശിക്കേണ്ടി വരും. ചിലപ്പോ പുറം രാജ്യത്ത് തന്നെ പോകേണ്ടി വരും പഠനങ്ങൾ നടത്താനായിട്ട്. സോ ഇറ്റ് വിൽ ഹാവ് അല്ലെങ്കിൽ ഇറ്റ് ഇൻക്ലൂഡ്സ് ഹെവി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കോസ്റ്റ്. അതിനകത്ത് ഒരുപാട് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കോസ്റ്റ് ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. അങ്ങനെ ഉത്ഭവിച്ച അല്ലെങ്കിൽ അങ്ങനെ ഉത്പാദിപ്പിച്ചെടുത്ത ബ്രാൻഡ് നെയിമുള്ള ഡ്രഗ്സ് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പേറ്റന്റഡ് ഡ്രഗ്സ്. പേറ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ആ സാധനം ഉത്പാദിപ്പിച്ചതിന്റെ അവകാശം എന്താ പറയാ ഒരു കുത്തകാവകാശം ഇല്ലേ? ഇപ്പൊ ഞാൻ ഒരു സാധനം ഉത്പാദിപ്പിച്ചു, ആ ഉത്പാദിപ്പിച്ചതിന്റെ അവകാശം എനിക്കാണ്. ബിക്കോസ് മറ്റാരുമല്ല, അത് എന്റേതാണ്, ഞാനാണ് അത് ഉത്പാദിപ്പിച്ചത്. ഇനി അതിന്റെ കോപ്പീസ് ഒക്കെ ചിലപ്പോൾ വേറെ ആൾക്കാരൊക്കെ എടുക്കും. എന്ന് വെച്ചാൽ കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സിമിലർ ആയിട്ടുള്ള ഇക്വലന്റ് ആയിട്ടുള്ള അതേ സാധനം തന്നെ വേറെ രൂപത്തില് വേറെ ആൾക്കാർ എടുക്കും. പക്ഷെ അങ്ങനെ ഒരു സാധനം ആദ്യമായി ഡെവലപ്പ് ചെയ്തെടുത്തത് ഞാനാണെങ്കിൽ അത് എന്റെ കുത്തകാവകാശത്തിൽപ്പെട്ട പേറ്റന്റ് ആണ്, എന്റെ പേറ്റന്റ്. ഈ പേറ്റന്റ് ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്കാണ്. അതുവരെ ആ ആളുടേത് തന്നെയാണ്, അയാളാണ് അതിന്റെ എന്താ പറയാ ഇൻട്രൊഡ്യൂസർ അല്ലെങ്കിൽ ഡെവലപ്പർ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ എന്നൊക്കെ നമുക്ക് പറയാം. ആ ആളിൽ നിന്ന് മാറ്റാൻ പറ്റില്ല, ആളുടെ പേരിലാണ്, ആളാണ് ഉത്പാദിപ്പിച്ചത്. ആ ഒരു പേറ്റന്റഡ് റൈറ്റ് കിട്ടിയിരിക്കുന്ന ബ്രാൻഡഡ് നെയിമുള്ള അത്തരം ഡ്രഗ്സ് അതിനാണ് നമ്മൾ പേറ്റന്റഡ് ഡ്രഗ്സ് വിളിക്കുക. യൂഷ്വലി കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ പേറ്റന്റ് ഇത്ര ഒരു കാലാവധി എന്ന് പറഞ്ഞല്ലോ, മേ ബി അത് ഇപ്പോഴത്തെ ഇതനുസരിച്ച് ഒരു 20 years ആണ്. സാധനം ഉത്പാദിപ്പിച്ചത് ഒരു 20 വർഷത്തോളം അത് ആര് ഉത്പാദിപ്പിച്ചോ അവരുടെ അവകാശമാണ്, അവരെയാണ് അത് ഉത്പാദിപ്പിച്ചത്. ഇനി അതിന്റെ തന്നെ എന്ത് ചെയ്യാം? കോപ്പി ആയിട്ട് എന്ന് വെച്ചാൽ ഇതിന് ഇക്വലന്റ് ആയിട്ട് ഇതേ സാധനം തന്നെ വേറെ രീതിയിൽ ഇനി ആൾക്കാര് ചിലപ്പോൾ ഡെവലപ്പ് ചെയ്തെടുക്കാം അല്ലെ? അതാണ് ജനറിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? പേറ്റന്റഡ് ആദ്യം പറഞ്ഞാലേ നമുക്ക് ജനറിക്കിലേക്ക് വരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അത് ആദ്യം പറഞ്ഞത്. ക്ലിയർ ആയോ? മനസ്സിലായോ? അപ്പൊ ഈ ഏത് ടൈപ്പ് ഓഫ് ജനറിക് ഡ്രഗ്സ് ആയിക്കോട്ടെ പേറ്റന്റഡ് ഡ്രഗ്സ് ആയിക്കോട്ടെ, ബോത്ത് ഓഫ് ദം മസ്റ്റ് ഹാവ് ഡ്രഗ് ലൈസൻസ്. ഇത് ഏത് ഡ്രഗ് ഉത്പാദിപ്പിക്കാനാണെങ്കിലും പേറ്റന്റ് ജനറിക്, ജനറൽ അല്ല ജനറിക്, GENERIC ജനറിക് ആണ് പറയാം. അതായത് നമ്മളുടെ ഈ പേറ്റന്റഡ് ഡ്രഗ്സിന്റെ തന്നെ ഞാൻ പറയാം, ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. മരുന്നുകളെ കുറിച്ച് നമുക്ക് വിശാലമായിട്ട് നമുക്ക് പഠിക്കാനൊന്നുമില്ല. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ പാരസിറ്റമോൾ എന്ന് പറയുന്ന ഒരു മരുന്ന് പെയിൻ കില്ലറിനും പനി ടെമ്പറേച്ചർ കുറയ്ക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നാണ് അല്ലെ? അപ്പൊ അതിന്റെ തന്നെ അതേ കാര്യങ്ങൾ തന്നെ അത്തരം കാര്യങ്ങൾക്ക് തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു ഡ്രഗ്സ്. അപ്പൊ ഈ പനി കുറയ്ക്കാനും തലവേദന കുറയ്ക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഉത്പാദിപ്പിച്ചെടുത്ത സാധനമാണ് പാരസിറ്റമോൾ. ഇതിന് സിമിലർ ആയിട്ടുള്ള ഇക്വലന്റ് ആയിട്ടുള്ള ഇതിന്റെ ഒരു കോപ്പി പോലെ മറ്റൊരെണ്ണം നിർമ്മിക്കുന്നു. മനസ്സിലായോ? അപ്പൊ ഈ പനി കുറയ്ക്കാനും ടെമ്പറേച്ചർ കുറയ്ക്കാനും ഇങ്ങനെ ഒരു സാധനം എന്ത് ചെയ്തു? ആരെങ്കിലും കണ്ടുപിടിച്ചു. അതിന്റെ പിന്താങ്ങി മറ്റൊന്നും വേണമെങ്കിൽ കണ്ടുപിടിക്കാം. എന്താ പറയാ, ഏതെങ്കിലും പുതിയ കമ്പനി ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു സാധനം ഇറക്കുമ്പോ അതിന്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് വില കുറച്ച് ആൾക്കാർ വിൽക്കാൻ വേണ്ടി ഉത്പാദിപ്പിക്കാറില്ലേ? എന്താ സാധനം? മനസ്സിലായോ? മനസ്സിലായി ജനറിക് ഡ്രഗ്സ് എന്താണെന്ന്? അപ്പൊ മറ്റേതിന് പേറ്റന്റഡ് ഡ്രഗ്സിന് കുറച്ച് വില കൂടുതലായിരിക്കും. ബിക്കോസ് ഇറ്റ് ഇൻക്ലൂഡ്സ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കോസ്റ്റ്. കാരണം എന്താണെന്നറിയോ? ഈ പേറ്റന്റഡ് ഡ്രഗ്സിനകത്ത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കോസ്റ്റ് കൂടുതലായിരിക്കും. കാരണം ഇത് ഉത്പാദിപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കണ്ടന്റുകൾ കിട്ടണം, അതിന് നമുക്ക് കുറെ പഠനങ്ങൾ നടത്തണം, ഇത് പരീക്ഷിച്ചു നോക്കണം. വെദർ ഇറ്റ് ഈസ് അത് ഈ പറയുന്ന സക്സസ്ഫുൾ ആണോ അല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് പരീക്ഷണങ്ങൾ നടത്തണം. അതിന് കുറെ കാശൊക്കെ ചെലവാകും.
ആ കോസ്റ്റൊക്കെ നമുക്ക് ഈ ചെലവായ കാശൊക്കെ ഈ സാധനത്തിന്റെ ഉത്പാദനത്തോട് കൂട്ടേണ്ടി വരും. ആ ഒരു പ്രൊഡക്ഷൻ കോസ്റ്റിലൂടെ ആഡ് ചെയ്യേണ്ടി വരും അല്ലെ? നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഒരു എന്താ പറയാ മൊബൈൽ ഫോൺ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ മൊബൈൽ ഫോണാണ് എന്ന് വിചാരിക്കാം. ആ മൊബൈൽ ഫോൺ ഇപ്പൊ ഒരു 10,000 രൂപ 10,000 റുപ്പീസിനാണ് നമ്മൾ വാങ്ങിക്കുന്നത്. ഈ 10,000 റുപ്പീസ് മാത്രമായിട്ടുണ്ടാവുള്ളൂ ആ ഒരു പർട്ടിക്കുലർ മൊബൈൽ ഫോൺ ഉണ്ടാക്കാനായിട്ട് അതിന്റെ മാനുഫാക്ചറിങ് കമ്പനിക്ക്? തീർച്ചയായിട്ടും അല്ല, അല്ല ചിലപ്പോ എല്ലാം 5,000 ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ. കാരണം അതിന്റെ പാർട്സ് ഒക്കെ അസംബിൾ ചെയ്യാനും അതിന്റെ സോഫ്റ്റ്വെയർ ഇതാക്കാനും ഇൻസ്റ്റാൾ ചെയ്യാനും ഒക്കെ കൂടി വേണമെങ്കിൽ ഒരു 5,000 രൂപ ചിലപ്പോൾ അതിനായിട്ടുണ്ടാവുള്ളൂ. ഇത് ഒരു കൺസ്യൂമറിന്റെ കയ്യിലേക്ക് എത്തുമ്പോഴേക്കും അത് പല ആളുകളിൽ നിന്ന് ഹോൾസെയിലറോ റീറ്റെയിലറോ അവരെന്തെങ്കിലുമൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഇതിനെ എന്താ പറയാ കൊളാബ് ചെയ്ത് വിൽക്കാൻ വേണ്ടി സഹായിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ കുഞ്ഞു കുഞ്ഞു കഷ്ണം ഒരു പ്രോഫിറ്റ് കിട്ടത്തക്ക രീതിയിൽ അതുമേ ഈ പറയുന്ന അത് ഉത്പാദിപ്പിച്ചെടുത്തതിന്റെ ചെലവുകൾ അതിന് വേണ്ടിയിട്ട് അവർ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി പൈസ ചെലവാക്കിയോ അതെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ടോട്ടൽ എമൗണ്ട് ആ ഒരു പർട്ടിക്കുലർ ആ ഒരു സാധനത്തിന് ചാർജ് ചെയ്യുക അല്ലെ? അല്ലല്ലേ ബിസിനസ്സുകാർക്കും മാനുഫാക്ചറർക്കും ഒക്കെ ലാഭം കിട്ടുള്ളൂ. തീർച്ചയായിട്ടും അതുപോലെ തന്നെയാണ് നമ്മളുടെ ഡ്രഗ്സിന്റെ കാര്യത്തിലും. അപ്പൊ പേറ്റന്റഡ് ആയിട്ടുള്ള ഡ്രഗ്സും ഉണ്ട്, ജനറിക് ഡ്രഗ്സും ഉണ്ട്. അപ്പൊ പേറ്റന്റഡ് ഡ്രഗ്സ് ആ പേറ്റന്റ് ആ കുത്തക അവകാശം ആ ഒരു പ്രൊഡക്ഷന്റെ അവകാശം ആരാണോ അവർക്ക് അതിനൊരു ബ്രാൻഡ് നെയിം അവരത് കുറെ റിസർച്ചും ഡെവലപ്മെന്റ് ഒക്കെ ചെലവുകളൊക്കെ എന്താ പറയാ കൊടുത്തിട്ടാണ് അത്തരം ഒരു പ്രോഡക്റ്റ് ഉത്പാദിപ്പിച്ചത് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഡ്രഗ്സ് ആണ് പേറ്റന്റഡ് ഡ്രഗ്സ്. അതിന്റെ ഇക്വലന്റ് ആയിട്ട് അത് തന്നെ ഇതിന് പകരം ഇത് ചിലപ്പോഴൊക്കെ നമ്മള് മരുന്ന് വാങ്ങിക്കുമ്പോഴേ ഇപ്പൊ എന്താ പറയാ ഇപ്പോഴും ഡെയിലി കഴിക്കുന്ന മരുന്നുകളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോ ഈ സാധനം നമ്മൾ കടയിൽ കൊണ്ടുപോകും. അപ്പൊ ചോദിച്ച് എന്താ പറയാ ഡോക്ടർ എഴുതി തരുന്നിരിക്കുന്ന മരുന്നാണ്. പക്ഷെ നമ്മൾ കടയിൽ ചെല്ലുമ്പോ ചിലപ്പോ നമ്മള് ആ ഒരു ഡോക്ടറിന്റെ പരിസരം അങ്ങനെ മരുന്നുകളെ കുറിച്ച് നിങ്ങളൊന്നും നിരീക്ഷിച്ചിട്ടുണ്ടോ? അപ്പൊ നമ്മൾ ഏത് ഡോക്ടറിനെ ആണോ കാണാൻ പോകുന്നത് ആ പരിസരത്തുള്ള മെഡിക്കൽ ഷോപ്സിൽ ആ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന മരുന്നുകൾ അവൈലബിൾ ആയിരിക്കും. എന്നാൽ അവിടുന്ന് കുറച്ചുകൂടി മാറി നമ്മൾ കുറച്ച് വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് ഇതേ മരുന്ന് തന്നെ ചോദിക്കുമ്പോ അവിടെ അതുണ്ടാവില്ല. അവർ പറയും ഇതില്ല, പക്ഷെ ഇതിന്റെ കമ്പനി മാറി വേറെ ഉണ്ട് കേട്ടോ അത് തരും അല്ലെ? കിട്ടാറില്ല, അങ്ങനെയല്ലേ പറയാറ്? അപ്പൊ ചിലര് കുഴപ്പമില്ല അതിന്റെ കണ്ടന്റ് ഒക്കെ സെയിം തന്നെയാണ്, പക്ഷെ കമ്പനി മാറി ദാറ്റ് മീൻസ് അതിന്റെ പ്രൈസിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അങ്ങനെയൊക്കെ ഇതിനകത്ത് കളികളാണ് അല്ലെ? യെസ് അതന്നെ. അപ്പൊ ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതായിരുന്നു ജനറിക് ഡ്രഗും പേറ്റന്റഡ് ഡ്രഗും. അപ്പൊ ഈ ഡ്രഗ് ലൈസൻസ് എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റസിലുള്ള ജനറിക് ഡ്രഗ് ആയിക്കോട്ടെ പേറ്റന്റഡ് ഡ്രഗ്സ് ആയിക്കോട്ടെ രണ്ടിനും കൃത്യമായിട്ട് ഈ ഡ്രഗ് ലൈസൻസ് അല്ലെങ്കിൽ ഡ്രഗ് മാനുഫാക്ചറിംഗ് ലൈസൻസ് മസ്റ്റ് ആണ്, മാൻഡേറ്ററി ആണ്. ആൻഡ് ഡ്രഗ് ലൈസൻസിനകത്ത് അതിന്റെ കൃത്യമായിട്ട് ആ നെയിം ഓഫ് ദ പ്രോഡക്റ്റ് ആ ഡ്രഗ് ലൈസൻസിൽ ഇന്ന മെഡിസിന്റെ ഡ്രഗ് ലൈസൻസ് ആണ് എന്നുള്ളത് കൃത്യമായി മെൻഷൻ ചെയ്യണം. ഇപ്പൊ പാരാസിറ്റമോൾ അല്ലെങ്കിൽ പാരാസിറ്റമോളിന്റെ ഡ്രഗ് ലൈസൻസ് എന്നുള്ള രീതിയിൽ തന്നെ ആ പേര് വേണം. അതും നമ്മുടെ ജനറിക് ഡ്രഗ്സിനും പേറ്റന്റഡ് ഡ്രഗ്സിനും ഒക്കെ അതിന്റെ കോമ്പോസിഷൻ എന്തൊക്കെയാണ്, എന്തൊക്കെ എന്താ പറയാ ഇൻക്ലൂഡ് ചെയ്ത് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടാണ് ഈ സാധനം ഉണ്ടാക്കിയിരിക്കുന്നത്, ഇതെല്ലാം ഇംപ്രിന്റ് ചെയ്യാൻ പറഞ്ഞ എന്താ രേഖപ്പെടുത്തണം എന്നുള്ളതാണ്. മനസ്സിലായത്? കവറിങ്ങിലോ അതിന് പുറത്തൊക്കെ പാക്കിങ്സിൽ തീർച്ചയായിട്ടും വേണം. ആൻഡ് ഇതിന്റെ ഈ ഫാർമാസ്യൂട്ടിക്കൽ ഫോർമുലേഷൻസ് അതിന്റെ കുറിപ്പടിയൊക്കെ എങ്ങനെയാണ്, ഏത് ഡോസില് എങ്ങനെ കഴിക്കണം, ചിലത് ഡയറക്ട്ലി നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണോ അല്ലെങ്കിൽ പുറമേ വരുന്ന എക്സ്റ്റേണൽ യൂസിനാണോ അങ്ങനെയൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യാം. അപ്പൊ എല്ലാ കാര്യങ്ങളും ഇതിന്റെ കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം കവറിന്റെ പുറത്ത്. മനസ്സിലായോ? എന്നിട്ടാണ് ഇതിന്റെ ലൈസൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഒന്ന് വായിച്ചു നോക്കുക പാരഗ്രാഫ്, നമുക്ക് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ആദ്യത്തെ ആ ഒരു DL സ്റ്റാൻഡ്സ് ഫോർ ഡ്രഗ് ലൈസൻസ് ഓർ ഡ്രഗ് മാനുഫാക്ചറിംഗ് ലൈസൻസ് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, അടുത്തത് ഡ്രഗ് ലൈസൻസ് ഷുഡ് കണ്ടെയ്ൻ ദ നെയിം ഓഫ് ദ പ്രോഡക്റ്റ് both generic or patented drug with its composition in detail with the following mandatory imprints. അവിടെ വരെ മതി. അത് കൃത്യമായിട്ട് ആ പാക്കേജുമായി ഇംപ്രിന്റ് ചെയ്യണം എന്നാണ്, പ്രിന്റ് ചെയ്തിരിക്കണം.
ഇംപ്രിന്റ് പറയാൻ മതി. ഡ്രഗ് ലൈസൻസ് ഷുഡ് കണ്ടെയ്ൻ ദ ബ്രാൻഡഡ് നെയിം ഓഫ് ദ പ്രോഡക്റ്റ് എന്നുള്ളത് ട്രൈ ചെയ്യാം. ഇനി അതിന്റെ കൂടെ നമ്മളുടെ ഇതൊന്നും എഴുതി വെച്ചേക്കാം. വാട്ട് ഈസ് പേറ്റന്റ് ഡ്രഗ്സ്. നിങ്ങൾക്ക് കുറെ കഴിയുമ്പോൾ ഇത് പരീക്ഷയ്ക്കൊന്നും ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ എങ്കിലും പിന്നീട് നമുക്ക് മനുഷ്യരാണ്, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ മറന്നു പോകും. കുറെ പഠിച്ചു വരുമ്പോ അതെന്താണോ എന്ന് പറഞ്ഞ് മറന്നുപോയില്ല. അപ്പൊ മറന്നു പോകുമ്പോ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒന്ന് എഴുതി വെച്ചു കേട്ടാ. പേറ്റന്റ് ഡ്രഗ് നോട്ടിന്റെ എവിടെയെങ്കിലും തുമ്പത്തോ സൈഡിലോ ആ ഒരു മാർജിൻ സ്ഥലത്തോ എവിടെ വേണമെങ്കിലും നിങ്ങളുടെ കയ്യിലേക്ക് നോട്ടിന്റെ കേട്ടോ. ആ മാർജിൻ സ്ഥലത്ത് എന്തെങ്കിലും കുറച്ച് സ്ഥലം ഉണ്ടല്ലോ ഇതിന്റെ പൊക്കത്തിലോ താഴെയോ എവിടെയെങ്കിലും പേറ്റന്റ് ഡ്രഗ്സ് എന്ന് എഴുതിയിട്ട് ഒന്ന് ഹൈഫിലിട്ട് എഴുതാ. Are the patent drugs are the original brand name drugs. Are the original brand name drugs. Brand name drugs protected by patents. Patents. P-A-T-E-N-T. Patient എന്ന് അവരുത് കേട്ടോ. പേറ്റന്റ്. പേറ്റന്റ് എന്ന് പറഞ്ഞാൽ കുത്തകാവകാശമാണ് കേട്ടോ. എന്നുവെച്ചാൽ അത് ഇൻവെന്റ് ചെയ്ത, അത് ഞാൻ കണ്ടുപിടിച്ചു എന്നുള്ള അവകാശം ആരുടെ പേരിലാണോ അവര് ഉണ്ടാക്കിയ പുതിയ ഡ്രഗ്സ് ആദ്യമായിട്ട് ആണ് പേറ്റന്റ് ഡ്രഗ്സ്. Involving protected by patent involving പറയാം involving high research and development cost. അതുകൂടി അതിനകത്ത് ചേർത്ത് എഴുതിയാൽ പേറ്റന്റ് ഡ്രഗ്സിന്റെ സെന്റൻസ് കംപ്ലീറ്റ് ആവുള്ളൂ. ഇൻവോൾവിംഗ് ഹൈ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കോസ്റ്റ്. കാരണം അവരാണ് അതിന്റെ റിസർച്ച് നടത്തി ഡെവലപ്പ് ചെയ്തെടുത്തത്. അതുകൊണ്ട് ആ ചെലവ് കൂടി അതിനകത്ത് പെടും. അങ്ങനെയുള്ള ഡ്രഗ്സിനെയാണ് നമ്മൾ പേറ്റന്റ് ഡ്രഗ്സ് എന്ന് വിളിക്കുക. ഓക്കെ, എഴുതിയോ? ആരെങ്കിലും എഴുതി കഴിഞ്ഞവര് വേണമെങ്കിൽ അതൊന്ന് ടൈപ്പ് ചെയ്തിട്ടേക്ക് കേട്ടോ. കാരണം ബാക്കി ആർക്കെങ്കിലും എഴുതി തീർക്കാൻ പറ്റാത്തവര് അല്ലെങ്കിൽ വേർഡ്സ് ഇടയിൽ വിട്ട് പോയവരുണ്ടെങ്കിൽ അവർക്ക് കംപ്ലീറ്റ് ചെയ്തോട്ടെ. അടുത്തത് ജനറിക് ഡ്രഗ്സ് കൂടി എഴുതാം. ജനറിക് ഡ്രഗ്സ്. ജനറിക് ആർ ദ ഒറിജിനൽ ബ്രാൻഡ് നെയിം ഡ്രഗ്സ് എന്നായിരുന്നു. അത് ആരെങ്കിലും ടൈപ്പ് ചെയ്ത് തരും തപ്പിക്കാൻ. അപ്പൊ എഴുതിയാൽ മതി. ഇപ്പൊ ജനറിക് ഡ്രഗ്സ് ചെയ്തോ? ജനറിക് ഡ്രഗ്സ് are cheaper. CHEAPER. കുറച്ചുകൂടി വില കുറവായിരിക്കും. cheaper, equivalent copies. equivalent EQUIVALENT. equivalent എന്ന് പറഞ്ഞാൽ അതിന് തുല്യമായിട്ടുള്ളത്. equivalent copies. equivalent copies after the patent expires. patent PATENT. patent expire. അതായത് ആ പേറ്റന്റിന്റെ സമയം കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി ചീപ്പർ ആയിട്ടുള്ള റേറ്റില് വിൽക്കപ്പെടുന്ന ഡ്രഗ്സ് ആണ്. പേറ്റന്റിന്റെ കാലാവധി ഞാൻ പറഞ്ഞല്ലോ ഏകദേശം 10-20 വർഷമാണ്. ഏതാണ് രണ്ടാമത്തെയാണോ? ജനറിക് ഡ്രഗ്സ് ആണോ? ആർ ചീപ്പർ. CHEAPER. ചീപ്പർ കോമ ഇട്ടുണ്ട്. വില കുറവാണ്. ഇക്വിവാലന്റ് EQUIVALENT. ഇക്വിവാലന്റ് copies. COPIES. copies sold after the patent expires. patent expires. എഴുതിയോ? ഓക്കെ, ഞാൻ ഇത്ര എടുക്കുന്നുള്ളൂ. നമുക്ക് തൊട്ടടുത്ത ദിവസം തന്നെ ക്ലാസ് ഉള്ളത് കൊണ്ട് അടുത്ത ഭാഗം നമുക്ക് GMP ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് എന്നുള്ളത് നാളെ എടുക്കാം. ഓക്കെ, നാളെ എടുത്തല്ലോ ക്ലാസ്. അപ്പൊ ഇത് തന്നെ ഒരു ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ നമ്മള് ദഹിച്ച് കിട്ടാൻ ഇച്ചിരി സമയം എടുക്കും. കാരണം നിങ്ങള് ഇപ്പൊ വെനസ്ഡേ വരെ
വേറെ ചാപ്റ്റേഴ്സ് ആണല്ലോ തലയിൽ കയറിയേക്കണേ, വേറെ വേറെ കാര്യങ്ങളാണല്ലോ. ഇതുകൂടി അങ്ങനെ തീർന്നപ്പോ എല്ലാം കൂടി ഇതാവും. അതൊന്ന് എന്താ പറയാ ഡൈജസ്റ്റ് ചെയ്ത് വരാനായിട്ട് ഉള്ള സമയം കൂടിയാണ് പുതിയ ചാപ്റ്റർ എടുത്തപ്പോ ഞാൻ അതുകൊണ്ട് ഇത്രയും എടുക്കുന്നുള്ളൂ. അപ്പോ അവിടെ വരെ നന്നായിട്ടൊന്ന് വായിച്ചിട്ട് നോക്കിയിട്ട് വരാം കേട്ടോ. GMP നമ്മുടെ ഗുഡ് മാനുഫാക്ചർ പ്രോഡക്റ്റ് എന്നുള്ളത് അടുത്ത ദിവസമായിരിക്കും നമ്മൾ എഴുതുക. നന്നായിട്ട് വായിച്ചൊക്കെ നോക്കുക. നോട്ട് ഇപ്പൊ എഴുതി തന്ന ജനറിക്കും പേറ്റന്റും ഡ്രഗ്സിന്റെ എക്സ്പ്ലനേഷൻ കിട്ടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ. പ്രൊട്ടക്റ്റഡ് ആണ് കേട്ടോ. ഡ്രഗ് ബ്രാൻഡ് നെയിം ഡ്രഗ് പ്രൊട്ടക്റ്റഡ് ആണ്. PRO ആണ്. TCTED സ്പെല്ലിംഗ് ഒന്ന് ചെക്ക് ചെയ്തേ. Okay, so see you നാളെ കാണാം. Bye. Thank you. മനസ്സിലായില്ലേ ഇന്നത്തതൊക്കെ? എല്ലാവർക്കും ക്ലിയർ ആയിരുന്നില്ലേ? Okay, so thank you.